ദൈവവചനം ദൈവം നമുക്ക് നൽകുമ്പോൾ അത് വാഗ്ദാനങ്ങളാണ്. അപ്പോൾ തന്നെ ദൈവവചനം കൽപ്പനകളാണ്. രണ്ട് പ്രധാനപ്പെട്ട മേഖലയാണ് ദൈവവചനം. ഒന്ന് കൽപ്പനകൾ, മറ്റൊന്ന് വാഗ്ദത്തങ്ങൾ. സ്തോത്രം. കൽപ്പന അനുസരിക്കുവാനുള്ളതും വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാനും ഉള്ളതാണ്. കൽപ്പനകൾ നമുക്ക് ദൃശ്യമായിരിക്കുന്നു, വാഗ്ദത്തങ്ങളോ അദൃശ്യമായിരിക്കുന്നു. ദൃശ്യമായ വ്യവസ്ഥയിൽ നാം ഗ്രഹിക്കേണ്ടത് കൽപ്പനകളും, അദൃശ്യമായ വ്യവസ്ഥയിൽ വിശ്വാസത്താൽ നാം സ്വായത്തമാക്കുകയും ചെയ്യേണ്ടത് വാഗ്ദാനങ്ങളുമാണ്. ഇവ തങ്ങളിൽ വേർതിരിച്ച് മനസ്സിലാക്കി ദൈവിക ജ്ഞാനമുള്ളവരായി കർത്താവിന് പ്രസാദിതകരമായ ജീവിതം പൂർത്തീകരിപ്പാൻ ആത്മാവായവൻ നമ്മെ എല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുകൊണ്ടാണ് എബ്രായർ ലേഖനം വായിച്ചു വരുമ്പോൾ 10-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും, ദൈവം ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. കൽപ്പന നമുക്ക് ഭാരമുള്ളവയല്ല. ഓരോ മനുഷ്യനും ഭൂമിയിൽ പ്രമാണിപ്പാൻ തക്കവണ്ണമാണ് കൽപ്പന നമുക്ക് ഒരുക്കി വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്തോത്രം. അദൃശ്യ ശരീരികൾക്ക് എന്നല്ല, ജഡത്തിൽ വസിക്കുന്ന ഏതൊരു മനുഷ്യനും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുവാൻ തക്കവണ്ണമാണ് നമുക്ക് ഒരുക്കി നൽകിയിരിക്കുന്നത്. എന്നാൽ വാഗ്ദാനങ്ങൾ അത് അദൃശ്യമാണ്, അപ്പോൾ തന്നെ അത് സ്വർഗീയമാണ്. അത് നമ്മൾ പ്രാപിക്കണമെങ്കിൽ നമുക്ക് സഹിഷ്ണുത കൂടിയേ തീരൂ. ദൈവികമായ വാഗ്ദാനങ്ങളെ നമുക്ക് ലഭ്യമാകേണ്ടതിന് സഹിഷ്ണുത നമുക്ക് ആവശ്യമാണെന്ന് നിർമ്മലമായ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. എബ്രായർ ലേഖനം 6-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്നു വാഗ്ദത്ത വിഷയം പ്രാപിച്ചു എന്ന് കാണുന്നു. ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിക്കണം. അപ്പോൾ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ അനുഭവിക്കേണ്ടതിന് നമുക്ക് ദീർഘക്ഷമയുടെ ആവശ്യകത എന്താണ്? അതിനാണ് കൽപ്പനകൾ നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം കൽപ്പനകളെ നമ്മൾ അനുസരിക്കുമ്പോഴാണ് കൽപ്പന അനുസരിക്കുന്നവന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ യോഗ്യത ഉള്ളവനായി തീരുകയുള്ളൂ. കൽപ്പന അനുസരിക്കുന്നവർക്കാണ് ദീർഘക്ഷമ കർത്താവ് നൽകുന്നത്. കൽപ്പന ഇല്ലാതെ വാഗ്ദത്തം ഇല്ല. സ്തോത്രം. കൽപ്പന അനുസരിക്കാതെ ദീർഘക്ഷമ ലഭ്യമാകുകയില്ല. ദീർഘക്ഷമ ലഭ്യമാകാതെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിപ്പാൻ കഴിയുകയില്ല. വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കാതിരുന്നാൽ പ്രശ്നം, നാം മനുഷ്യനിൽ ആശ്രയിക്കേണ്ടി വരും. നമ്മുടെ കഴിവിലും ജ്ഞാനത്തിലും വ്യക്തികളിലും ആശ്രയിക്കേണ്ടി വരും. വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തതൊക്കെയും പാപം തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ പാപം വെളിപ്പെടുവാൻ ഇടയാകും. ദീർഘക്ഷമയോടുകൂടെ ഇരിക്കുവാൻ കഴിയാത്ത ഒരു ദൈവ പൈതലിന് ആമേൻ, അവൻ ചെലുത്തുന്ന സകല നീക്കങ്ങളും അടിസ്ഥാനം പാപമായിരിക്കും. കാരണം വിശ്വാസത്തിൽ നിന്നല്ല അത് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ദീർഘക്ഷമയോടുകൂടെ ഇരുന്ന് വാഗ്ദത്തം പ്രാപിപ്പാനായിട്ട് നമുക്ക് അനിവാര്യമായിരിക്കുന്നത് വിശ്വാസം ആണ്. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ രൂപീകൃതമാകുന്നത് നാം വായിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നിർമ്മലമായ വചനത്തിൻ്റെ കൽപ്പിതങ്ങളിലൂടെ മാത്രമാണ്. ഹല്ലേലൂയ. ദൃശ്യമായതും അദൃശ്യമായതും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് ഒരു സ്വർഗീയ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു പ്രമാണമാണ് വീണ്ടെടുക്കപ്പെട്ട ഏതൊരു ദൈവ പൈതലിനും ദൈവം നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. കാണുന്നതും കാണാത്തതുമായതിനെ കൂട്ടിയോജിപ്പിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോഴാണ് ഈ കാര്യങ്ങളെ നമുക്ക് ഏകോപിപ്പിച്ച് ദൈവം മുൻപാകെ കൊണ്ടുപോകുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്ന് പറയുമ്പോൾ ദൃശ്യമായതിൽ ആത്മീകതകളുണ്ട്, ദൃശ്യമായതിൽ അനാത്മികമായതുണ്ട്, ദൃശ്യമായതിൽ ആത്മീകമുണ്ട്, ദൃശ്യമായതിൽ ഭൗമികമായതുണ്ട്, ദൃശ്യമായതിൽ നിലനിൽക്കുന്നതുണ്ട്, ദൃശ്യമായതിൽ നിലനിൽക്കാത്തതുണ്ട്. ഇവ തിന്മകളെയും നന്മകളെയും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കി നല്ലത് ഏത് എന്നതിനെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഏറ്റുവാങ്ങുകയും അപ്പോൾ തന്നെ നമുക്ക് അനധിവിദൂര ഭാവിയിൽ വെളിപ്പെടുത്തുവാൻ പോകുന്ന സ്വർഗീയമായ വാഗ്ദാനങ്ങൾക്കും ഒത്തവണ്ണം നമ്മുടെ നടപ്പുകളെ നേരെയാക്കി കൊണ്ടുപോകുവാനായിട്ടാണ് കർത്താവ് നമുക്ക് വചനത്തിലൂടെ കൽപ്പനകൾ നൽകിയിരിക്കുന്നത്. ആ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. മിസ്രയീം ദേശത്ത് നിന്ന് ദൈവമക്കൾ യാത്ര പുറപ്പെടുമ്പോൾ അവർ പാപക്ഷമ ലഭിക്കപ്പെട്ട്, അതായത് പെസഹ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തെളി ആചരിച്ച് അവർ പാപക്ഷമ ഏറ്റുവാങ്ങി അവർ യാത്ര പുറപ്പെടുകയാണ്. സ്തോത്രം. ആ യാത്ര പുറപ്പെടുമ്പോൾ അവർക്കറിയില്ല ഈ യാത്രയിൽ പിതാവായി ദൈവം ഈ തലമുറയിലൂടെ
വരാൻ പോകുന്ന ജനത്തിന് എന്താ വെളിപ്പെടുത്തിക്കെടുക്കാൻ പോകുന്നതെന്ന് ഇവരറിയുന്നില്ല. 400 വർഷത്തോളം ഈ തലമുറ എല്ലാം അടിമനുഖത്തിലായിരുന്നു. ഊഴിയ വേലക്കാർ നിമിത്തം വളരെ കഷ്ടതകൾ അനുഭവിച്ച തലമുറകളാണ് ഇവർ. ഇപ്പോൾ ഇവർക്കൊരു സ്വാതന്ത്ര്യം. മോശ പറയുന്നു, എൻ്റെ ജനത്തെ മരുഭൂമിയിൽ ആരാധിപ്പാനായിട്ട് വിട്ടയക്കുക എന്ന് പറയുമ്പോൾ ദൈവജനം ഒന്നും അറിയുന്നില്ല. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുകയാണ്. ഇവർക്കത് കാര്യമൊന്നും അറിയത്തില്ല. ഈ വഴിയാത്രയിൽ ഇവർക്ക് എതിർപ്പെട്ട് വരാൻ പോകുന്ന പ്രതിബന്ധങ്ങളെക്കുറിച്ച് മുന്നറിവില്ല. ഇവർക്കിപ്പോൾ ഈ ദേശത്ത് നിന്നും സ്വാതന്ത്ര്യം കിട്ടിയാൽ മതി. അങ്ങനെ പല ആൾക്കാരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു സ്വാതന്ത്ര്യം ലഭിക്കുവാൻ ദൈവദാസന്മാർ വാക്ക് കേട്ട് സ്നാനപ്പെട്ട് പള്ളിയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അവരുടെ വിഷയം എന്താണ്? ഇപ്പോൾ അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ പലവിധമാണ്. മന്ത്രവാദം ചെയ്തു നോക്കി, ആഭിചാര കർമ്മങ്ങൾ ചെയ്തു നോക്കി, പോലീസുകാരെ ആശ്രയിച്ച് നോക്കി, രാഷ്ട്രീയക്കാരെ ആശ്രയിച്ച് നോക്കി, ബന്ധുക്കളും മിത്രങ്ങളെയും അയൽവാസികളെയും എല്ലാം ആശ്രയിച്ച് നോക്കി, സന്നദ്ധ സംഘടനകളെ ആശ്രയിച്ച് നോക്കി. ഇനി ഒരു വഴിയുമില്ല, ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്നിരിക്കുന്ന അവസ്ഥയിൽ സുവിശേഷം കേൾക്കുമ്പോൾ, ഓ യേശു സകലത്തിലും പരിഹാരകനാണെന്ന വാക്ക് കേൾക്കുമ്പോൾ, എന്നാൽ പിന്നെ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി പല ആൾക്കാരും അഭിമുഖീകരിക്കുന്ന പ്രതിബന്ധങ്ങളുടെ ഒരു പ്രതിശാന്തിക്ക് വേണ്ടിയിട്ടാണ് ചില ആൾക്കാരൊക്കെ വിശ്വാസ സ്നാനം സ്വീകരിച്ച് അവർ ദൈവസഭയിലേക്ക് കടന്നു വരുവാനിടയാകുന്നത്. നിങ്ങൾ അങ്ങനെ അല്ല എന്ന് ഞാൻ ഊഹിക്കട്ടെ. പുണ്യനാമം വാഴ്ത്തപ്പെടട്ടെ. ഇപ്പോൾ ഈ ജനം 400 വർഷത്തോളം അടിമനുഖത്തിൽ പീഡ അനുഭവിക്കുന്ന ഈ ജനത്തിന് ഇപ്പോൾ ആവശ്യം ഒരു സ്വാതന്ത്ര്യമാണ്. ഈ നുഖം ഒന്ന് ഒഴിഞ്ഞു മാറണം. ഈ ഊഴിയ വേല ഒന്ന് വിട്ടു മാറണം. ഞങ്ങൾക്ക് കുഞ്ഞുകുട്ടികൾക്കും ഒരു സ്വസ്ഥത, ഒരു സമാധാനം ഒന്ന് കിട്ടിയാൽ മതി. അതുകൊണ്ട് അവർ ഏത് രാത്രിയിലും യാത്ര പുറപ്പെടുവാൻ അവർ തയ്യാറാണ്. രാത്രിയിൽ അവർ യാത്ര പുറപ്പെടുകയാണ്. അന്ധത നിറഞ്ഞിരിക്കുന്ന, ഭീതിയും അന്ധതമസ്സും നിറഞ്ഞിരിക്കുന്ന ആ അന്തരീക്ഷത്തെ നോക്കി അവർക്ക് ഭയസങ്കോചം കൂടാതെ അവർക്ക് യാത്ര പുറപ്പെടുവാൻ കഴിയുന്നതിൻ്റെ പിൻപിലെ ശക്തി എന്താണ്? ശക്തിയൊന്നുമല്ല, ഇത്രയും വർഷം പിൻപിൽ അവർ അനുഭവിച്ച അത്രയധികം കഠിനമായ ശോധനയാണ് അവരെ ഈ കഠിനമായ ഇരുട്ട് നിറഞ്ഞ ഈ വഴി യാത്രയിലേക്ക് പോകുവാൻ അവരെ നിർബന്ധിക്കുവാനായിട്ടിടയായത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രതിബന്ധങ്ങൾ കലുഷിതമായ സാഹചര്യമാണ് ഈ ഭൂമി. മനുഷ്യൻ്റെ ജ്ഞാനത്തിനോ കഴിവിനോ എത്തപ്പെടുവാനോ പൂർത്തീകരിക്കാനോ കഴിയാത്ത കലുഷിതമായ സാഹചര്യമാണ് ഓരോ ദൈവ പൈതലിനും ഈ ഭൂമിയിലുള്ളത്. അപ്പോൾ തന്നെ ഓർത്തുകൊള്ളണം, പണ്ട് നമുക്കുണ്ടായിരുന്ന പശ്ചാത്തലം വിട്ട് വാഗ്ദത്ത കനാൻ ദേശത്തേക്കുള്ള ഈ യാത്രയിൽ ഇപ്പോഴും ഇനിയും നാളെ നമ്മൾ ഏതെല്ലാം വഴിയിലൂടെ കടന്നു പോകണമെന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷേ നമുക്ക് വചനത്തിലൂടെ സൂചന നൽകിയിരിക്കുന്നു. നമുക്ക് മുമ്പായി മാതൃകയ്ക്ക് വേണ്ടി ഇസ്രായേൽ ജനതയെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് കനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ ഏതെല്ലാം അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും, ഏതെല്ലാം വഴിയിലൂടെ കടന്നു പോകണമെന്നും, ഏതെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും, പ്രകൃത്യാതീതമായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും, ദൈവത്തിൻ്റെ മഹാത്ഭുതം എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെയൊക്കെ വെച്ചാണ് വെളിപ്പെടുന്നതെന്നും, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഏതെല്ലാം വ്യവസ്ഥയിലാണ് നിലനിർത്തിക്കൊണ്ട് പോകുന്നതെന്നും, നിലവിളിക്കുന്ന സമൂഹത്തിന് വേണ്ടി കർത്താവ് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും രേഖാമൂലം നമുക്ക് എഴുതി അവൻ നൽകുവാനിടയായി. വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലും സ്നാനമേറ്റ് കർത്താവിനോട് കൂടെ ചേർന്ന് കഴിയുമ്പോൾ വാഗ്ദത്ത കനാൻ ദേശത്തേക്കുള്ള ഈ യാത്രയിൽ നാം അഭിമുഖീകരിക്കേണ്ട സകല വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് മുമ്പ് കൂട്ടി സൂചന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വചനത്തിൻ്റെ ജ്ഞാനം ആവശ്യമാണ്. വചനം വായിക്കുമ്പോൾ അതിൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും അതിൻ്റെ വാഗ്ദത്തങ്ങൾക്കായി കാത്തിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. സ്വർഗീയന്മാരാകുവാനായിട്ടുള്ള ഈ യാത്രയിൽ സ്വർഗീയമായ പണി കർത്താവ് നമുക്ക് ചെയ്യുമ്പോൾ, മിശ്രൈമ്യമായ, ലൗകികമായ, പൂർവികമായ സകല സമ്പ്രദായങ്ങളെയും വിട്ടുമാറി ക്രിസ്തുയേശുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വെളിപ്പെട്ട് വരേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ എല്ലാവരെയും സഹായിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവ് അതിനായി നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധ ആത്മാവിൻ്റെ സഹായമില്ലാതെ നിർമ്മലമായ വചനം നമുക്ക് പ്രമാണിച്ച് ജീവിക്കുവാനായിട്ട് കഴിയുന്നതല്ല എന്നുള്ള പരമയാഥാർത്ഥ്യം നമ്മൾ എപ്പോഴും ഗ്രഹിക്കേണ്ടതാണ്. അതിന് നമുക്ക് സ്വർഗീയമായ ബുദ്ധി ആവശ്യമാണ്. ലൗകികമായ ബുദ്ധിയിൽ വചനം ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ഹൃദയം കഠിനപ്പെട്ടു പോകും. വേവലാദികൾ ഉണ്ടാകും, ആവലാദികൾ ഉണ്ടാകും. ദൈവദാസന്മാരിലും ദൈവമക്കളിലും വിശ്വാസം ചെലുത്തുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. ആരാധനയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. മനസ്സോടെ ദൈവത്തെ സ്തുതിപ്പാനോ സ്തോത്രം കരറ്റുവാനോ കഴിയാത്ത സാഹചര്യങ്ങൾ കടന്നു വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാലുള്ള ദൈവിക ജ്ഞാനം നമ്മുടെ അന്തരംഗത്തിൽ എപ്പോഴും ലഭ്യമാകേണ്ടതിന് പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറ്റിരിപ്പാൻ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.
രണ്ട് വിധമായ വ്യവസ്ഥകളുണ്ടെന്ന് എപ്പോഴും ഞാൻ നിങ്ങളെ അറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. രണ്ട് വിധമായ വ്യവസ്ഥകൾ എപ്പോഴുമുണ്ട്. ഒന്ന് ദൃശ്യമായതും മറ്റൊന്ന് അദൃശ്യമായതും. ഒന്ന് മരണം കൊണ്ട് തീരുന്നതും മറ്റൊന്ന് മരണം കൊണ്ട് തീരാത്തതും. ഇത് രണ്ടും വ്യത്യസ്തങ്ങളാണ്, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതുമാണ്. ബുദ്ധി കൊണ്ട് ഈ രണ്ട് വിഷയങ്ങളെ കണ്ടാൽ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിയുന്നതല്ല. ആദാമ്യ ജ്ഞാനം കൊണ്ട് ഈ രണ്ട് പ്രമാണങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മളാകെ നിരാശപ്പെട്ടു പോകുകയുള്ളൂ. എന്നാൽ അതുകൊണ്ടാണ് ശിഷ്യന്മാരിൽ പലരും യേശുവിനോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകുവാൻ ആർക്ക് കഴിയും? സ്തോത്രം. ഇങ്ങനെയൊക്കെയാണ് വ്യവസ്ഥയെങ്കിൽ പിന്നെ ആർക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയും? ഉടനെ യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കപ്പെടേണ്ടതിന് നമുക്ക് സ്വർഗീയമായ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഈ രണ്ട് പ്രമാണങ്ങളെ വിചിന്തനം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ വ്യത്യസ്തതകൾ നമുക്ക് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ഇടയാകുന്നത്. നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിയുന്ന മോഹങ്ങൾ ഏത് പ്രമാണത്താലാണ്? നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് വരുന്ന ആഗ്രഹങ്ങൾ ഏത് വ്യവസ്ഥയിലാണ്? ഇത് രണ്ടിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ജീവിതം ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം. നിത്യനായ ദൈവം അതിനായിട്ട് നമ്മളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പൈശാചികനകത്തേക്ക് കടന്ന് ആകാത്ത ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നൽകിയിട്ട് നമ്മുടെ കയ്യിൽ നൽകിയിരിക്കുന്ന ഈ വിശുദ്ധ വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിൻ്റെ കൽപ്പിതങ്ങളെ നമ്മുടെ ഉള്ളിൽ വികലമാക്കി, ഉള്ളിൽ അതിനെ വല്ലാതെയാക്കി കളഞ്ഞിട്ട് നമ്മുടെ സാഹചര്യമനുസരിച്ച് വചനം അനുസരിക്കുക, നമ്മുടെ സമയമനുസരിച്ച് വചനം അനുസരിക്കുക, നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളെ സ്വീകരിക്കുക, നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന് തോന്നുന്ന കാര്യങ്ങളെ സ്വീകരിക്കുക, അല്ലാത്തതിനെ തൽക്കാലം മാറ്റിക്കളയുക. ഇന്നും അങ്ങനെ തന്നെയാണ്. പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഇടയിൽ ലോകത്തെ എമ്പാടുമുള്ള ദൈവമക്കളിൽ പ്രധാനമായ രണ്ട് ചേരിയാണുള്ളത്. ഒരു കൂട്ടർ വചനം കേൾക്കുമ്പോൾ അവരുടെ ജോലി, അവരുടെ കുടുംബം, അവരുടെ പശ്ചാത്തലം അനുസരിച്ചുള്ള വചനങ്ങളും ആ വചനങ്ങളെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുമായും ദൈവസഭകളുമായും ഉള്ള ബന്ധം നിലനിർത്തി മുമ്പോട്ട് പോകുന്നു. അതിൽ തന്നെ മറ്റൊരു കൂട്ടം എന്ന് പറയുന്നത് അവരെന്താണ്? അവർ സത്യവചനം ഗ്രഹിപ്പാൻ താല്പര്യമുള്ളവരും കർത്താവ് എന്തു പറയുന്നു എന്ന് കേട്ട് ആ സത്യവചനത്തിന് വേണ്ടി ജീവിക്കുവാൻ ഉള്ളിൽ വാഞ്ച ഉണ്ടായിട്ട് അത് നിമിത്തം എന്ത് നഷ്ടപ്പെട്ടു പോയാലും അത് വലിയ നഷ്ടമല്ല എന്ന് കരുതി ഭോഷന്മാരെ പോലെ ജീവിക്കുകയും അപ്പോൾ തന്നെ ആ സത്യവചനം ഉൾഘോഷിക്കുന്ന ദൈവദാസന്മാരുമായി ബന്ധം നിലനിർത്തി അങ്ങനെയുള്ള കൂട്ടായ്മകളുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ദൈവമക്കളെയും കാണുവാൻ കഴിയും. രണ്ട് പ്രധാനപ്പെട്ട വഴി മാത്രമേ ഉള്ളൂ. ഈ രണ്ട് വഴികളിൽ നമ്മൾ ഇതുവരെയും ഏതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പരമയാഥാർത്ഥ്യം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതാണ്. ഹല്ലേലൂയ. അപ്പോൾ ആത്മിക വ്യവസ്ഥയിൽ, ദൈവസഭ എന്ന വ്യവസ്ഥയിൽ, സ്വർഗീയമായ ഈ വ്യവസ്ഥയിൽ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് കൊയ്ത്തോളം വളരട്ടെ. ഈ വയലിൽ, ഈ ദൈവസഭ എന്ന ഈ വയലിൽ രണ്ട് ഐറ്റം സാധനം വളർന്നു വരികയാണ്. കാഴ്ചയിൽ രണ്ടും ഒരുപോലെ, ഭംഗിയിൽ രണ്ടും ഒരുപോലെ, ഫലം പുറപ്പെടുവിക്കുന്നതിലും രണ്ടും ഒരുപോലെ. സ്തോത്രം. ഒരു പക്ഷേ അധികം പുഷ്ടിപ്പെട്ടിരിക്കുന്നതായിരിക്കാം ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥയിൽ രണ്ട് ഐറ്റം സാധനങ്ങൾ ഇങ്ങനെ ആ വയലിൽ വളർന്നു വരികയാണ്. ഇതിൻ്റെ ഇടയിൽ ആകാത്തതിനെ പിഴുതെടുത്ത് കളയാതിരിക്കുന്നത്, ആകാത്തതിനെ പിഴുതെടുത്ത് കളഞ്ഞാൽ ആകുന്ന ഫലവും കൂടെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് കൊയ്ത്തോളം വളരട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ സഭയം തോട്ടത്തിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് സസ്യങ്ങൾ വളർന്നു വരികയാണ്. ഇത് കാഴ്ചയിൽ എല്ലാം സമന്വയമുള്ളതാണ്, കാഴ്ചയിലെല്ലാം സിമിലാരിറ്റി ഉള്ളതാണ്, കാഴ്ചയിലെല്ലാം ഒറിജിനൽ ഫലം പോലെ തോന്നിപ്പിക്കുവാനും ഇടയാകും. അതുകൊണ്ട് പലപ്പോഴും എൻ്റെ അടുത്ത് വളരുന്ന ഒരു സസ്യം, ഞാനൊരു സസ്യമാണ്, ഞാൻ വളർച്ച കുറവാണ്, എൻ്റെ അടുത്തൊരു സസ്യം പെട്ടെന്ന് വളരുന്നു, നന്നായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നു, അവൻ എന്നെക്കാൾ ഉയരുന്നു, അവന് മാന്യത ലഭിക്കുന്നു, അവൻ്റെ തല ഉയർന്നു നിൽക്കുന്നു, ലോകക്കാരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, ഈ വയൽ ഉടമസ്ഥൻ്റെ മുമ്പിൽ എല്ലാം മാന്യമാണ്. ഞാൻ കഷ്ടപ്പെട്ട് വേലക്കാരെ ആക്കി, വില കൊടുത്ത് വേലക്കാരെ ആക്കി ജോലി ചെയ്ത, കൃഷി ഇറക്കിയ ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ എനിക്ക് സന്തോഷകരമായ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് അവിടെയായി ചില വ്യക്തിത്വങ്ങൾ തല ഉയർത്തി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ഓർത്തുകൊള്ളണം, നാം ഇവരുടെയോ വളർച്ച കണ്ട് അതുപോലെ ആകുവാനുള്ള മോഹം നമ്മുടെ ഉള്ളിൽ ഗർഭം ധരിക്കുവാൻ പാടില്ല. സ്തോത്രം. വയലിൽ നെൽകൃഷി നടത്തുന്നിടക്കൊക്കെ ഒരിക്കലും നല്ല നെൽമണി പുറപ്പെടുവിക്കുന്ന ഒറിജിനൽ സസ്യങ്ങൾ അപ്പുറം ഇപ്പുറം തങ്ങളെക്കാൾ അധികം പുഷ്ടിപ്പെട്ട് നിൽക്കുന്നവരെ പോലെ
ആകണമെന്ന് കരുതി അവർ സ്വാർത്ഥമായ ഒരു കാര്യവും ചെയ്യുന്നില്ല. ആ കൃഷിക്കാർ വളം വിതറുമ്പോൾ ആ സസ്യത്തിൻ്റെ വേരുമായി ബന്ധപ്പെട്ട് അടുത്ത് ഏതെങ്കിലും വളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അതിനെ വലിച്ചെടുക്കുകയേ ചെയ്യുകയുള്ളൂ. അല്ലാതെ അപ്പുറത്തുള്ളവൻ്റെയും അതിൻ്റെ അപ്പുറത്തുള്ളവൻ്റെയും കൂടെ പിടിച്ചെടുക്കേണ്ടതിന് ആഴത്തിലേക്ക് അങ്ങോട്ട് വേരിറക്കിയിട്ട് അടിയിലൂടെ വേര് വളർത്തി അങ്ങ് കൊണ്ടുപോയിട്ട് അവിടെ ഉള്ളവൻ്റെയും ഇവിടെ ഉള്ളവൻ്റെ എല്ലാം കൂടെ വാങ്ങിച്ച് അവരെക്കാൾ എല്ലാം ദൈവം എന്നെ മാനിച്ചു എന്ന് പറഞ്ഞ് സ്വയമായി വളരുവാൻ തക്കവണ്ണം ശേഷി ഒരു സസ്യലതാദികൾക്കുമില്ല. ദൈവം സസ്യങ്ങളുടെ സൃഷ്ടിപ്പിൽ ഏതൊരു ക്രമവും വ്യവസ്ഥയുമാണോ വച്ചിരുന്നത്, അതേ വ്യവസ്ഥയാൽ തന്നെയാണ് ഇന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഓരോ സസ്യലതാദികളും വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പരമ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു നെൽകൃഷി നടക്കുമ്പോൾ ഒരു കണ്ടത്തിൽ ആ ഞാറ് പറിച്ച് നട്ട് കഴിയുമ്പോൾ എല്ലാം ഒരുപോലെയാണ് വളരുന്നത്, ഇല്ലേ? ഒരു 100 എണ്ണം നട്ടാൽ 80 എണ്ണത്തിന് വളർച്ച കൂടുതലും 20 എണ്ണത്തിന് വളർച്ച കുറവുമല്ല. സ്തോത്രം. അല്ലെങ്കിൽ 50 എണ്ണത്തിന് വളർച്ച വളരെ കൂടുതലും 50 എണ്ണം സാധാരണ നിലയിലുമല്ല. ഏകദേശം എല്ലാം ഒരുപോലെയാണ് വളരുന്നത്. എല്ലാവർക്കും ഒരുപോലെയാണ് വളരുന്നത്. കാരണം സ്വാർത്ഥതയില്ല, അവിടെ സ്വാർത്ഥതയില്ല. അവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരുവാൻ ശ്രമിക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആത്മീക പശ്ചാത്തലങ്ങളെ വളർത്തുവാൻ നാം ശ്രമിക്കുന്നു എങ്കിൽ അവിടെ ജയകരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ പൂർത്തീകരിപ്പാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം 10 സബ്ജക്റ്റ് എഴുതി ബൈബിളിൽ വെച്ചിരിക്കുകയാണ്. പാസ്റ്ററെ, ഞാൻ ഒരു 5 വിഷയം ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? 2-3 വിഷയങ്ങൾ നിങ്ങൾ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറഞ്ഞു. മാസത്തിൽ 1 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ, ആഴ്ചയിൽ 1 2 പ്രാവശ്യമോ നമ്മൾ ആ വിഷയങ്ങൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ഒക്കെ ചെയ്യുകയാണ്. അത് ചിലർ വേദപുസ്തകത്തിൽ എഴുതി വയ്ക്കും. ചില ആൾക്കാർ സാക്ഷ്യം പറയാറുണ്ട്, ഞാൻ 15 വർഷം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ 5 വിഷയം ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ 15ാമത്തെ വർഷത്തിൽ ആ 5 വിഷയവും എൻ്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി. സ്തോത്രം എന്ന് പറഞ്ഞിട്ട് ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും കർത്താവ് നിങ്ങൾക്ക് തരും എന്നൊരു വചനം പറഞ്ഞാൽ അവിടെ എന്താണ് പ്രശ്നം? സ്തോത്രം. വേദപുസ്തകത്തിൽ നമ്മൾ ഡയറികളിലോ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെച്ച് രഹസ്യമായോ പരസ്യമായോ എഴുതി വെച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദീർഘവർഷങ്ങൾ കഴിഞ്ഞ് അതിനൊരു പരിഹാരമുണ്ടായി. അതിനുശേഷം ആ പരിഹാരം നേടിയ ആ മനുഷ്യൻ 5 വചനവുമായി ചേർത്ത് വെച്ച് ആ സാക്ഷ്യം നമ്മോട് പറഞ്ഞാൽ എന്താ പ്രശ്നം? എന്താണ് അതിനകത്തുള്ള പ്രശ്നം? ഇന്നത്തെ ഈ തലമുറയിൽ എന്താണത് പ്രശ്നം? ദൈവസഭയിൽ അങ്ങനെ ഒരു സാക്ഷ്യം കേട്ടാൽ ആരെങ്കിലും ഇറങ്ങി പോടാന്ന് പറയുമോ? അല്ലേ? പെന്തക്കോസ്ത് സഭകളിൽ അങ്ങനെ ഒരു സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ സാക്ഷ്യമല്ലേ കേട്ടുകൊണ്ട് ഇരിക്കുന്നത്? പിന്നെ അവിടെ എന്താണ് അപാകത? വിഷയം ഈ 5 വിഷയം നിന്റെ ഉള്ളിൽ കയറി വന്ന വികാരമേതാ? അതാണ് ഏറ്റവും പ്രശ്നം. ഈ 5 വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ 5 വിഷയം എൻ്റെ മനസ്സിലേക്ക് വന്നതിൻ്റെ സ്വാധീന ശക്തി, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ അപ്പുറവും ഇപ്പുറവും മുമ്പിലും പിൻപിലും തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളിലൂടെയാണെങ്കിൽ ഇതിനാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. സ്വാർത്ഥ കാര്യങ്ങൾക്ക് കർത്താവ് അത്ര പ്രസാദിക്കുകയില്ല. ഒരുപക്ഷേ 5 കാര്യങ്ങൾക്ക് മറുപടി തന്നു എന്ന് വന്നാൽ അത് കർത്താവാണ് തന്നതെന്ന് ഉറപ്പാക്കാനും പറ്റില്ല. സ്തോത്രം. മറ്റൊരു ദൈവം ഈ ഭൂമിയിലുണ്ടല്ലോ. അവൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ആരെങ്കിലും അങ്ങോട്ട് പോയാൽ അവൻ എല്ലാവർക്കും എല്ലാം കൊടുക്കുവാനായിട്ട് തയ്യാറാകും. അതുകൊണ്ട് 5 കാര്യമോ 10 കാര്യമോ ഏതെങ്കിലും കാര്യം ദൈവം നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കുന്നുവെങ്കിൽ സത്യത്തിൽ അത് ദൈവം തന്നെയാണോ അത് എനിക്ക് തന്നത് എന്ന ബോധ്യം നിങ്ങൾ വരുത്തിയിരിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടായാൽ എൻ്റെ കർത്താവ് എനിക്ക് തന്നു എന്ന് പറയേണ്ടതിന് ആത്മാവ് നമുക്ക് തുണ നിൽക്കണ്ടേ? സ്തോത്രം. ആത്മാവ് നമുക്ക് കൂട്ടാളിയായി നിൽക്കണ്ടേ? ആത്മാവ് അത് സ്ഥിരീകരിക്കണ്ടേ? യെസ്, നീ സേവിക്കുകയും ഭജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവം തന്നെയാണ് ഈ വിഷയത്തിന് നിനക്ക് മറുപടി നൽകിയിരിക്കുന്നതെന്ന് ആത്മാവിൽ നമുക്ക് അത് ഉറപ്പാക്കേണ്ടേ പ്രിയമുള്ളവരെ? അങ്ങനെയാണെങ്കിൽ നാം പ്രാർത്ഥിക്കുകയും നാം ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതുമാകുന്ന ബഹുവിധമായ വിഷയങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് കണ്ടുകൊണ്ട് കാണുവാൻ കഴിയുന്ന അളവിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങളെല്ലാം നോക്കിക്കൊണ്ട് വാസ്തവത്തിൽ എൻ്റെ ആഗ്രഹത്താൽ പൈശാചികൻ ഒരുക്കി നൽകിയ വഴിയാണോ, ദൈവരാജ്യത്തിൻ്റെ ഭാസുരമായ ആത്മീയ പ്രമാണങ്ങളെ പാലിക്കാതിരിപ്പാൻ തക്കവിധം പൈശാചികൻ ഒരുക്കിയ ഒരു കെണിയാണോ ഈ വഴി എനിക്ക് ഒരുക്കി വന്നത്
എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല ആൾക്കാരും വാഗ്ദത്തം എന്ന് തോന്നി കാലെടുത്ത് വെച്ച പല കാര്യങ്ങളും 5 കൊല്ലം കഴിയുമ്പോഴേക്ക് പിച്ചിമ്പയും പറഞ്ഞതുപോലെ അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മളിൽ പലരുമുണ്ടല്ലോ വാഗ്ദത്തം പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് കാലെടുത്ത് വെച്ചതാണ്, പക്ഷേ ഇപ്പോൾ കണ്ണുനീര് കുടിക്കുകയാണ്. ഇപ്പോൾ ചോദിക്കുകയാണ്, സഹോദര അല്ലെങ്കിൽ സഹോദരി, അത് അന്ന് വാഗ്ദത്തമായിരുന്നു പാസ്റ്ററെ, ഞങ്ങളെ ചതിച്ചത് അന്ന് വാഗ്ദത്തമൊന്നുമല്ല. പക്ഷേ അന്ന് അവരെന്താ പറഞ്ഞത്? പാസ്റ്ററെ, ദൈവമാണ് ഞങ്ങൾക്കിത് ഒരുക്കി നൽകിയത്. ഓ, ഞങ്ങൾ ഇതിനൊന്നും യോഗ്യതയുള്ളവരല്ല എന്ന് പറഞ്ഞ അതേ വാഗൊണ്ട് 5-10 കൊല്ലം കഴിയുമ്പോൾ പറഞ്ഞതാണ്, ഇത് വാഗ്ദത്തമല്ല, ഇത് വൻ ചതിയാണ്, ഞങ്ങൾ ചതിക്കപ്പെട്ടതാണ് പാസ്റ്റർ, ഞങ്ങൾ ചതിക്കപ്പെട്ടതാണ്, ഇത് വാഗ്ദത്തമൊന്നുമല്ല, ഇത് പിശാച് ഒരുക്കി കെണിയായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ 5 കൊല്ലം 10 കൊല്ലം കഴിയേണ്ടി വരും. എന്തിനാണ് അത്ര പ്രയാസപ്പെടുന്നത്? അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്ന ആഗ്രഹങ്ങൾ നമ്മൾ രേഖാമൂലം തയ്യാറാക്കി പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ഡയറിയിൽ ആ വിഷയങ്ങൾ എഴുതുന്നതിന് മുൻപ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ കുടികയറിയ ഈ ആഗ്രഹങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന വഴി ഏത്? അത് ലൗകികമായ വ്യവസ്ഥയാലാണോ അദൃശ്യവും സ്വർഗീയമായ ആത്മീയമായ വ്യവസ്ഥയിലാണോ? എൻ്റെ ഉള്ളിൽ കാഴ്ചയിലൂടെ കേൾവിയിലൂടെ ലഭിക്കപ്പെട്ട ഒരു മോഹത്തിൻ്റെ ഫലമായിട്ടാണോ, അതോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വർഗപിതാവ് എനിക്ക് നൽകിയ ഒരു നിയോഗമാണോ ഈ പ്രാർത്ഥന വിഷയം? ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമുക്ക് നൽകുന്ന നിയോഗങ്ങളുണ്ട്, അതിനനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനും കഴിയും, ഉപവസിക്കുവാനും കഴിയും. അപ്പോൾ തന്നെ ദേഹിയിൽ കടന്നു വരുന്ന ആഗ്രഹങ്ങൾ മോഹങ്ങളായി പരിവേഷം നടത്തിയിട്ട് ആ മോഹങ്ങളെ ഗർഭം ധരിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥിപ്പാനും ഉപവസിപ്പാനും കഴിയും. ഇത് രണ്ടിനെയും വേർതിരിച്ച് മനസ്സിലാക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആലോചന. എന്നാൽ ഇന്ന് നിർഭാഗ്യവശാൽ ദൈവസഭ ഒരു വയലിൽ ആണെങ്കിൽ ആ വയലിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഒരു ഗതിയില്ലാതെ ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? സ്വാഭാവികമായും ഒരു നെൽമണി പാകിയാൽ അത് എത്ര ഇഞ്ച് വലുപ്പത്തിൽ അത് വളരുമെന്ന് എല്ലാവർക്കും അറിയാം. അസാധാരണമായി ഒരു നെൽമണി വളർന്നു വരികയില്ല. സ്തോത്രം. നെൽമണിയേക്കാൾ വലിപ്പം കുറഞ്ഞ മണികളുള്ള കടുക് പോലെയുള്ള പല വിത്തുകളും പാകിയാൽ വലിയ മരങ്ങൾ പോലെയാകും. പക്ഷെ നെൽമണിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2-2.5 അടി പൊക്കം വരെ, കൂടിപ്പോയാൽ 3 അടി, അതിൻ്റെ അപ്പുറം പൊങ്ങം വരികയില്ല, അത്രേ പൊങ്ങുകയുള്ളൂ. എന്നാൽ ഒരു നെൽമണി നട്ടാൽ അത് സ്വാഭാവികമായ 2-3 അടിക്ക് മീതെ അസാധാരണമായ വിധത്തിൽ അത് വളരുകയാണെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? എല്ലാം ഏകദേശം 2-2.5 അടി പൊക്കത്തിന് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അവിടെയായിട്ട് ചിലതിന് 5 അടി പൊക്കം. കാഴ്ചയിൽ നെല്ലാണ്, നെൽക്കതിരുകൾ തന്നെയാണ്, സസ്യ നെല്ല് തന്നെയാണ്, പക്ഷെ 5 അടി പൊക്കം, അസാധാരണമായ പൊക്കം, അസാധാരണമായ വലിപ്പം. അങ്ങനെ വന്നാൽ ശാസ്ത്രീയ വശപ്രകാരം അറിവില്ലാത്ത ആൾക്കാരെന്ത് പറയും? ഇത് വേറെ എന്തൊന്നിൻ്റെയോ മുളയാണ്, ഇത് നെല്ലല്ല, അതിനെ പിഴുതു കളയുവാൻ ശ്രമിക്കും. എന്നാൽ ശാസ്ത്രീയ വശത്തിൽ ചിന്തിക്കുമ്പോഴോ ഇതിന് ഇങ്ങനെ വളരുവാൻ തക്കവണ്ണം എന്തോ അസാധാരണമായ ഒരു ഘടകം അതിൻ്റെ വിത്തിനകത്തുണ്ടെന്ന് മനസ്സിലാക്കും. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിന് ദോഷം വരുത്തുവാനിടയാകുന്ന ഏതെങ്കിലും കെമിക്കൽ അതിനകത്ത് ആഡ് ചെയ്ത് അസാധാരണമായ വളർച്ച, 5 കൊല്ലം കൊണ്ട് കായ്ക്കേണ്ട വൃക്ഷങ്ങളൊക്കെ ഇപ്പം 1 വർഷം കൊണ്ട് കായ്ക്കും. 10 വർഷം കൊണ്ട് ഫലം തരുന്ന സ്വാഭാവിക വൃക്ഷങ്ങളെല്ലാം ഇപ്പോൾ 3 വർഷം കൊണ്ട് കായ്ക്കും. ബഡ് ചെയ്ത് പലവിധമായ കൃത്രിമങ്ങൾ നടത്തി പുതിയ പുതിയ ജീവകോശങ്ങൾ രൂപീകരിച്ച് അതുമായി ബന്ധപ്പെട്ട് സസ്യങ്ങൾ വളർത്തിയെടുത്ത് അതിൻ്റെ ശാഖയിൽ നിന്നും കൊമ്പുകൾ വെട്ടിയെടുത്ത് വീണ്ടും ബഡ് ചെയ്ത് വിവിധവും വിഭിന്നവുമായ ഫലശേഖരങ്ങൾ നടത്തുവാൻ തക്കവണ്ണം ഷോർട്ട് ടൈം കൊണ്ട്, ചുരുക്കം സമയം കൊണ്ട് അധികം നന്മ മനുഷ്യൻ ഉണ്ടാക്കേണ്ടതിന് 10 വർഷം കൊണ്ട് ഒരു മനുഷ്യൻ സമ്പാദിക്കുന്ന പണത്തേക്കാൾ ആ 10 വർഷം കൊണ്ട് സമ്പാദിക്കുന്ന പണം 1 വർഷം കൊണ്ട് സമ്പാദിപ്പാൻ കഴിയുന്ന അളവിൽ ചുരുക്കം സമയം കൊണ്ട് വലിയതിനെ നേടുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണമാണല്ലോ എല്ലാ കൃഷിയിടങ്ങളിലും മനുഷ്യൻ്റെ എല്ലാ ബിസിനസ് ശൃംഖലകളിലും വെളിപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളണം. അങ്ങനെയാണെങ്കിൽ അസാധാരണമായി ഇതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ ആരെങ്കിലും വളർന്നു നിൽക്കുകയാണെങ്കിൽ മായം. നിങ്ങൾക്ക് അപ്പുറം ഇപ്പുറം ഒരു പെന്തക്കോസ്തുകാരൻ അസാധാരണമായി വളരുമ്പോൾ അവനെപ്പോലെ ഞാൻ സ്നാനപ്പെട്ട് ഇറങ്ങിയിട്ട് എൻ്റെ മക്കൾക്ക് എന്താ ഗതി ഉണ്ടാകാതെ പോയത്, അവർക്ക് എന്ത് സന്തോഷമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുപോലെ ആകുവാൻ തക്കവണ്ണം ആഗ്രഹം ഉള്ളിൽ ഉണ്ടായിട്ട് അതുമായി ബന്ധപ്പെട്ട് 10 പ്രാർത്ഥനാവിഷയങ്ങൾ ബൈബിൾ അങ്ങോട്ട് എഴുതി വെച്ച് നീ പ്രാർത്ഥിച്ച് നിൻ്റെ അസ്ഥിയെ ഒരുക്കി നിൻ്റെ രക്തം വിയർപ്പാക്കിയിട്ട് അവസാനം ആ ദീർഘ മണിക്കൂറുകൾ ഈ ഭൂമിയിൽ ഈ വിഷയങ്ങളുടെ സ്വാധീകരണത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചിട്ട് അക്കരെ ചെല്ലുമ്പോൾ ഒരു നയാ പൈസയുടെ പ്രതിഫലം അത് നിമിത്തം കിട്ടാതെ പോയാൽ നമ്മുടെ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? പ്രിയ സഹോദരങ്ങളെ, ഒരുവൻ്റെ അസാധാരണമായ വളർച്ച കണ്ടാൽ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് മായം കലർന്നിരിക്കുന്നു. മായമുള്ള പാലാണ് അവൻ കുടിക്കുന്നത്. ഞാൻ പാല് കുടിക്കുന്നു, അവന് പാല് കുടിക്കുന്നു. ഞാൻ മായമില്ലാത്ത പാല് കുടിക്കുന്നു, അവൻ മായമുള്ള പാല് കുടിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്നും
വേർവിട്ടിരിപ്പീൻ. അവനുമായി അടുത്തടുത്ത് പോകുന്തോറും അവൻ വലിച്ചു കുടിക്കുന്ന കലർപ്പുള്ള മായമുള്ള പാല് നമ്മുടെ പേരും വലിച്ചെടുക്കുവാനിടയാകും. നമ്മളും അതുപോലെ വളരും അല്ലേ? നമ്മുടെ കണ്ണുകൾ, ആത്മീയ കണ്ണുകൾ അടഞ്ഞു പോകുവാനിടയാകും. ഈ സന്ദേശം വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങൾ ഗ്രഹിക്കണമേ. ഈ അന്ത്യകാലഘട്ടത്തിൽ അധികം ദൈവമക്കൾ ലോകവുമായി വളരെ ബന്ധം സ്ഥാപിച്ച് ലോകത്തിൽ വ്യവസ്ഥയ്ക്ക് മീതെ അധികം സമ്പത്തും മാനവും പ്രശസ്തിയും നേടുവാൻ കഴിയുന്ന അളവിലുള്ള ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേക വാതിലുകൾ തുറന്നിരിക്കുന്നത് കൊണ്ട് വളരെ സൂക്ഷ്മമായി കാര്യങ്ങളെ വിശദീകരിച്ച് വിശകലനം ചെയ്തുകൊണ്ടും നാം ദൈവം മുൻപാകെ ക്ഷമയോടെ സഹിഷ്ണുതയോടുകൂടെ ഈ കാലങ്ങളെ നീക്കി മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അസാധാരണമായ വളർച്ച ഒരുവനിൽ കാണുമ്പോൾ കർത്താവെ അവനെ അനുഗ്രഹിച്ചതുപോലെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് കിടന്ന് പിച്ചിമ്പയും പറയാതെ ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ഇടത്ത് ദൈവം നിങ്ങൾക്ക് നൽകുന്നതിൽ തൃപ്തിപ്പെട്ട് നിങ്ങൾ നിമിത്തം അടുത്ത ഒരുത്തനോ മുമ്പിലോ പിൻപിലോ പുറകെ ഉള്ളവനോ ഒരു ദോഷം വരുവാൻ ഇടയാകാതെ നിങ്ങളെ നിയമിച്ചാക്കിയ സ്ഥലത്ത് തന്നെ വളർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് തന്നെ വളർന്ന് നിങ്ങളാൽ ആവോളം കഴിവതും നൽഫലം പുറപ്പെടുവിപ്പാൻ തയ്യാറായാൽ യജമാനൻ്റെ കളപ്പുരയിൽ അവൻ നിങ്ങളെ സൂക്ഷിക്കും. അല്ലെങ്കിൽ പ്രശ്നം, നമ്മൾ ഒത്തിരി വളർന്ന് പൊങ്ങി ഫലവും പുറപ്പെടുവിച്ചു, കളത്തിൽ ചെന്നു, അവിടെ വീശുമുറം കയ്യിലുണ്ട്. ആ വീശുമുറം വെച്ച് വീശുമ്പോൾ പതിരെല്ലാം പറന്നു പോകും. പിന്നെയോ അതിനെ കൂട്ടിവാരി തീയിലിട്ട് ചുട്ടുകളയും. നമുക്ക് യേശു പറഞ്ഞ ഈ ഉപമ എത്ര കാണാപ്പാടമാണ്. വർഷങ്ങളായി നമ്മൾ ദൈവാസന്മാരെ പറഞ്ഞ് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ വചനം നമുക്ക് കാണാപ്പാടവുമാണ്. പക്ഷേ ഈ വചനവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള ബോധ്യമാണ് പരിജ്ഞാനം. പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. കർത്താവിൻ്റെ വചനം ഇവിടെ നിങ്ങൾ കേൾക്കുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ആ വചനങ്ങളെ എടുത്തു വെച്ച് വായിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്താണ് പാസ്റ്റർ ഇന്ന് ഈ വചനം പറഞ്ഞത്? എന്തൊക്കെയോ സംസാരിച്ചു, എല്ലാം ഒന്നും മനസ്സിലാക്കാൻ പറ്റിയതുമില്ല. അതുകൊണ്ട് ഈ വചനം ഞങ്ങൾക്ക്, ഞങ്ങളുടെ തലമുറകൾക്ക് ഗുണകരമായി തീരണം. ഈ വചനവും ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ന്യായവിധിയായി തീരല്ലേ കർത്താവേ? ഈ വചനം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം അനുഗ്രഹത്തിനായി തീരണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ കൂട്ടായ്മയിൽ വരുത്തിയിരിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ സ്ഥിരമായി വരുന്ന എല്ലാ ദൈവമക്കളും ഇവിടെ നിങ്ങൾ കേൾക്കുന്ന വചനം വീട്ടിൽ കൊണ്ടുപോയി വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് ശിക്ഷാവിധിയാകരുതേ. ഈ വചനം ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്ക് നിത്യതയ്ക്ക് മുഖാന്തരമാക്കി തീർക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. മിക്കവാറും അങ്ങനെ ചെയ്യാത്തവരുടെ വിഷയം എന്താണ്? 10 വർഷം ഈ സത്യവചനം കേട്ടിട്ട് ഒരു വിഷയം കടന്നു വരുമ്പോൾ ജാതികളെപ്പോലെയാണ് സംസാരിക്കുക. ഒരു ശകലം പോലും പ്രത്യാശയിൽ അവരാശ്രയിച്ചിരിക്കുന്നതെല്ലാം ഈ ലോകത്തിലെ കാര്യങ്ങളിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. 10, 15, 20 വർഷം കൊണ്ട് ഈ സത്യവചനം കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഒന്നും മനസ്സിലാക്കിയിട്ടില്ലാത്തവരെ പോലെ ജൽപ്പനങ്ങൾ പറയും. നിങ്ങൾ ധൈര്യമായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കും. അപ്പം മോഹം അങ്ങ് വാടും. ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭവനം, ദൈവിക അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകുന്ന ഈ വചനങ്ങളെ എഴുതി കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് ആ വേദഭാഗം എടുത്ത് വായിച്ച് ദൈവത്തോട് അപേക്ഷിക്കണം. കർത്താവ്, ഈ വചനം ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ച് നൽകണമേ. ഈ വചനം എനിക്കും എൻ്റെ കുഞ്ഞു കുട്ടികൾക്കും അനുഗ്രഹവും ശുദ്ധീകരണമായി തീരട്ടെ. അല്ലെങ്കിൽ ആത്മീക അന്തരീക്ഷം വീട്ടിലില്ലാതെ പോയാൽ ഇരുളിൻ്റെ ശക്തികൾ നമ്മുടെ വീട്ടിനകത്തേക്ക് ഇറങ്ങി വന്ന് 4 ഭാഗത്ത് നിന്ന് നിങ്ങൾ ഞെരുക്കാൻ തുടങ്ങുമ്പോഴോ നിങ്ങൾക്കുള്ളിൽ പ്രത്യാശയില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഞരങ്ങിപ്പോകും. നിങ്ങളുടെ മുഖം കാണുമ്പോൾ നാട്ടുകാർക്കറിയാം എന്തോ പറ്റി ഇവർക്ക്. നിങ്ങൾ ഏത് പള്ളിയിലാണ് പോകുന്നത്? ഊടാരത്തിലാണ് പോകുന്നത്. അത് ശരി അല്ലേ? കാര്യം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഭവന അന്തരീക്ഷം ആത്മീകമാകണം, അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടണം. ഈ കേൾക്കുന്ന സത്യവചനം അനുസരിച്ച് ജീവിക്കാനുള്ള കർത്താവ് എങ്ങനെയെങ്കിലും അക്കരെ എത്തണം. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അക്കരെ എത്തണം. ആ ഒരു ആഗ്രഹമായിരിക്കണം നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും നിൽക്കേണ്ടത്. ആ വചനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭവന അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ബലഹീനരായ കുഞ്ഞുങ്ങളാകാത്ത ഏടാകൂടത്തിൽ നിന്ന് കൊണ്ട് ചെന്ന് പെടുകയില്ല. നിങ്ങളുടെ ഹൃദയം തകർന്നു പോകുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കഷ്ടത ഉണ്ട് തീർച്ച, ശുദ്ധീകരണത്തിൻ്റെ പണി നടക്കും, അതും ഉണ്ട് തീർച്ച. ആ പ്രശ്നങ്ങളെല്ലാം കടന്നു വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരാശ്വാസം ഉണ്ടാകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റേതോ ഉള്ള സ്വസ്ഥതയും പോയി. ഇതെന്നാൾ വചനം കേട്ടിട്ടവനെന്ന് ഒരു പറയാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇനി പള്ളി പോകുന്നത്?
ഇല്ലേ? ഹൃദയം കഠിനപ്പെട്ട് മനസ്സും വ്യാകുലപ്പെട്ട് ആകെ അസ്വസ്ഥരാകും. എന്നാൽ ദൈവഗീത പ്രകാരമുള്ള കഷ്ടതയാണ് വരുന്നതെങ്കിലോ ആ കഷ്ടത നമുക്കുണ്ടായാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ ആനന്ദവും ഒരു പ്രത്യാശയും അതെപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിലനിൽക്കും. ആമേൻ. അപ്പോൾ നമ്മുടെ ഭവനങ്ങൾ ദൈവിക അന്തരീക്ഷം, ആത്മിക അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടു പോകേണ്ടതിന് നിങ്ങൾ അധികം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഈ വചനത്താലുള്ള വളർച്ച നമ്മളിൽ നടക്കുകയുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരൊക്കെയാണ് ഈ വചനം ഗ്രഹിക്കുന്നത്? ഈ ഇളക്കപ്പെരുപ്പത്തിൽ മുമ്പോട്ട് പോകുകയാണോ നിങ്ങൾ? ഇത് വളരെ സാവധാനം ഗ്രഹിക്കേണ്ട വചനമാണ്. കർത്താവ് പൊതുജനത്തിന് മുന്നിൽ പുരുഷാരത്തിന് നടുവിൽ കഥയൊക്കെ പറഞ്ഞ് അടിച്ചിളക്കുമെങ്കിലും ശിഷ്യന്മാരുടെ അടുത്ത് സന്ധിയിൽ വരുമ്പോൾ സ്വകാര്യവും സ്വസ്ഥവുമായി അവരിങ്ങനെ വളഞ്ഞിരുന്ന് അവർ ചോദിക്കുന്ന ഓരോ പകൽ സംസാരിച്ച ഓരോ വാക്കിൻ്റെയും അർത്ഥം എന്തെന്ന് അവർ ചോദിക്കുമ്പോൾ യേശു വളരെ സൗമ്യതയോടെ സാവകാശമാണ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ആമേൻ. സത്യമായത് കർത്താവ് വെളിപ്പെടുത്തുന്നത് ചെറിയ ആട്ടിൻകൂട്ടത്തിനാണ്. ബഹുപുരുഷാരത്തിനല്ല ദൈവം സത്യം വെളിപ്പെടുത്തി കൊടുത്തത്. വെളിപ്പെടുത്തി കൊടുക്കുന്നത് തന്നോടുകൂടെ ചേർന്ന് ആരെല്ലാം നിൽക്കുന്നതോ, തൻ്റെ വാക്ക് കേട്ട് അനുസരിപ്പാൻ ആരെങ്കിലും ഉണ്ടോ, അതോ അവൻ്റെയൊക്കെ രോഗസൗഖ്യം പ്രാപിക്കുവാനും ആ വിഷയത്തിന് പരിഹാരം വരുത്തുവാനും ഈ വിഷയത്തിന് പരിഹാരം വരുത്താനും വരുന്ന നാട്ടുകാരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണോ, അതോ അവരിൽ ആരൊക്കെയാണ് എൻ്റെ വാക്ക് കേട്ട് എൻ്റെ വചനത്തിൻ്റെ ആജ്ഞ അനുസരിക്കുവാനായിട്ടുള്ള വീരന്മാരായി ആരെങ്കിലും എന്നോട് കൂടെ വരുന്നുവോ എന്ന് നോക്കിയിട്ട് അവരെ ചേർത്ത് നിർത്തി അവർക്കാണ് ദൈവരാജ്യത്തിൻ്റെ മർമ്മം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നാളുകൾ ഇതുവരെയായിട്ടും ദൈവരാജ്യത്തിൻ്റെ വചനം കേട്ടിട്ടും അത് ബോധ്യമാകുവാൻ കഴിയാതെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ മറ്റൊരു കുഴപ്പമല്ല. പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ കർത്താവിനെ ആശ്രയിക്കുന്നത് നിങ്ങളുടെ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഭൗമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കർത്താവിനെ ആശ്രയിക്കുന്നത്. അല്ല, അവൻ എന്തു പറയുന്നു അവൻ്റെ വാക്ക് കേട്ട് അനുസരിപ്പാൻ യേശു എന്താണ് പറയുന്നത്? അവൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുവാനുള്ള വാഞ്ചയോടുകൂടിയാണ് നിങ്ങൾ ഈ വചനം കേൾവിയിൽ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഉറപ്പ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവ് നിങ്ങൾക്കതിൻ്റെ എപ്പോൾ തിരിച്ചു തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വീട് വരെ കൊണ്ടുപോയി അതിനുവേണ്ടി ധ്യാനിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവ് അതിനെ വിഭാഗിച്ച് നിങ്ങളുടെ ഉള്ളിൽ നൽകിക്കൊണ്ടിരിക്കും. പ്രസംഗിക്കുന്ന ഈ ദൈവദാസന് പോലും ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗിക്കുന്ന ദൈവദാസന് ആ വചനം സംബന്ധിച്ച് വെളിപ്പെട്ട് കിട്ടാതിരിക്കുന്ന കാര്യങ്ങൾ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെളിപ്പെടുത്തി തരുവാനായിട്ടിടയാകും. അല്ല എങ്കിൽ ഈ വചനം നമുക്ക് കേൾക്കുന്നത് നമ്മുടെ ആ ആവശ്യത്തിന് വേണ്ടി ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടും ആണെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? വളർച്ച പെട്ടെന്ന് നടക്കും, പക്ഷെ കളപ്പുറയിൽ ചെല്ലുമ്പോൾ പ്രശ്നമാണ്. വളർച്ച പെട്ടെന്ന് നടത്തും. നമ്മൾ ഈ വചനം കേൾക്കുകയും കേട്ട വചനം ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ നേടി മുമ്പോട്ട് പോയാൽ മറ്റൊരേക്കാൾ ഇവരെക്കാൾ എല്ലാം കൂടുതൽ നമുക്ക് വളർച്ച ഉണ്ടാകും. ആൾക്കാരെ നമുക്ക് മാനിക്കും. ഓ, നീ പെന്തക്കോസ്തുകാരനല്ലേ, എന്തായാലും നീ ഇന്ന് പൊളിഞ്ഞു പോയതാണ്, പക്ഷേ ഇപ്പം നീ പിന്നെ കയറി വരികയാണല്ലേ, കൊള്ളാം, നിന്റെ ദൈവം കൊള്ളാടേ. ഈ സാക്ഷി അവിടെ വരെ നിൽക്കും. തീ ശോധന ചെയ്യുന്ന നാൾ വരെ നിൽക്കും. മനുഷ്യൻ്റെ സാക്ഷ്യം മുഴുവനും തീ ശോധന ചെയ്യുന്ന നാൾ വരെ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യർ അവരെന്ത് പറയും വിചാരിക്കും? ദൈവനാമം ദുഷിക്കപ്പെടില്ലേ? ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ, ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ, പക്ഷേ ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ, ദൈവനാമം ദുഷിക്കപ്പെടില്ലേ? അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് എനിക്ക് അവൻ്റെ മുമ്പിൽ ഒന്ന് വളരണം, എനിക്ക് അവൻ്റെ മുമ്പിൽ ഒന്നാകണം. അപ്പോൾ അവർ വിചാരിക്കും, ഉണ്ടോ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, ഞാൻ ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്, മനസ്സിലാക്കും. ശരി, പക്ഷേ നിന്നെപ്പോലെ ആയിരക്കണക്കിന് ദൈവമക്കൾ ഈ സത്യവചനത്തിന് വേണ്ടി ലൗകികമായതിനെ ഉപേക്ഷിച്ച് മനുഷ്യൻ എന്തു പറയുന്നു എന്ന് നോക്കാതെ ദൈവം എന്തു പറയുന്നു എന്ന് ഓർത്ത് ഈ ഭൂമിയിൽ നിന്നയേറ്റും മനസ്സോടെ ആ ശാപമരം നുകമായി വച്ച്, ക്രൂശിൻ്റെ ശാപമരം നുകമായി വച്ച് സമ്പൂർണമായ വിശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തി തെളിയിച്ചു കൊണ്ടുപോകുന്ന സാക്ഷികളുടെ വലിയൊരു സമൂഹം നിനക്ക് ചുറ്റും അപ്പോഴും ഉണ്ട് എന്ന് അറിയാതെ ഇരിക്കരുത്. ഇപ്പം നമുക്ക് ഉയർച്ച പറയാൻ കഴിയുന്നത് നമ്മുടെ ബന്ധുമിത്രാദികളുടെയും നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ആയിരിക്കാം നമുക്ക് സാക്ഷ്യം വേണ്ടത്. അപ്പോൾ ആ നാട്ടുകാർക്ക് അറിയാത്ത തരിച്ച് പാർക്കുന്ന ഒരു കൂട്ടം നാം പാർക്കുന്ന ദേശങ്ങളിൽ അങ്ങിങ്ങായി ഉണ്ട്. അവർ ഭോഷന്മാരെ പോലെ നിന്നയും പരിഹാസവും ചാവർന്നെണ്ണി തള്ളി അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. സംഭവിക്കുന്ന കാര്യം, തീ ശോധന കഴിക്കുമ്പോൾ വെള്ളി, പൊന്ന്, വിശേഷതയുള്ള കല്ല്
ഒരു ഭാഗം, പുല്ല്, മരം, വൈക്കോൽ മറ്റൊരു ഭാഗം. ഏത് മെറ്റീരിയൽ വെച്ചാണോ നാം വളർന്നത് അതിനെ ആശ്രയിച്ചാണ് ഈ ശോധന ചെയ്തിട്ട് അതിൻ്റെ ഫലം കർത്താവിന് കൊടുക്കുന്നത്. കണ്ണുകൊണ്ട് കാണുന്ന ഒരൊറ്റ വിഷയങ്ങളിലൂടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു മോഹം ഗർഭം ധരിക്കാതിരിപ്പാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവ് നമുക്ക് നൽകുന്ന നിയോഗങ്ങൾക്കായിട്ട് ഹൃദയപൂർവ്വം കാത്തിരിക്കണം. 5 കൊല്ലം കാത്തിരിക്കേണ്ടി വരും. ഹൃദയപൂർവ്വം ദൈവം നമുക്ക് നൽകുവാൻ ഇച്ഛിക്കുന്ന ഹിതങ്ങൾ വെളിപ്പെട്ട് വരുവാൻ 5 കൊല്ലം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. ഈ 5 കൊല്ലം പോഷന്മാരെ പോലെ നമ്മൾ ജീവിക്കേണ്ടി വരും. എൻ്റെ ഉള്ളിൽ ആത്മാവ് എനിക്ക് നൽകുന്ന നിയോഗങ്ങൾ എന്താണോ എന്ന് ആരാഞ്ഞറിയുവാനുള്ള വ്യഗ്രതയോടുകൂടെ വചനത്തെ ആശ്രയിക്കുകയും ശുശ്രൂഷയ്ക്കായി നിങ്ങൾ പങ്കെടുക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ അല്പസമയം എടുത്താലും തക്ക സമയം ദൈവത്തിൻ്റെ സമയമാണ്. ആ തക്ക സമയത്ത് സകലതും നന്നായി അതതിൻ്റെ സമയത്ത് ചെയ്യുന്ന വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്തത്താൽ വചനത്താൽ ചെയ്യാം, രക്തത്താൽ വചനത്താൽ ചെയ്യാം. കൃപാവരങ്ങൾ നമ്മൾ പ്രാപിക്കുമ്പോൾ അതിനിടയിൽ പാപത്തിന് കയറി വരുവാൻ കഴിയുന്ന ധാരാളം വഴികളുണ്ട്. നിഗളങ്ങളുണ്ടാകാം, അസ്വസ്ഥതകൾ വരാം, ദൈവിക തേജസ്സിനെ കളങ്കം ചാർത്തുന്ന വഴികൾ തുറക്കപ്പെടാം. അവിടെ നിങ്ങൾ തിരിച്ചറിയണം ഈ വഴി ഏതാണ്. എന്നിൽ ഒരു നിഗളം ഉളവാക്കുവാനുള്ള ഒരു വഴിയാണോ ഒരു കൃപാവരത്തിലൂടെ തുറന്നു തന്നിരിക്കുന്നതെങ്കിൽ കർത്താവേ അതെനിക്ക് വേണ്ട. സ്തോത്രം. ഇവിടെ ഒരു വഴി എനിക്ക് തുറന്നു നൽകിയിരിക്കുന്നു. ആ വഴിയിലൂടെ ഞാൻ പോയാൽ, നന്മ അനുഭവിച്ചാൽ, സമൂഹത്തിൻ്റെ ഇടയിൽ എനിക്കൊരു മാന്യതയോ പദവിയോ ലഭിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു നിഗളം ഉണ്ടാകുവാൻ ഇടയുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ പാതകൾ നേരെയാക്കുവാൻ. ഒരു വഴി നിങ്ങൾക്ക് തുറക്കുമ്പോൾ പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണമേ, ഞാൻ ഇങ്ങനെ ഒരു ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നു, അത് ദൈവികതമാണോ അല്ലയോ എന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൈവദാസന്മാരുടെ സഹായം തേടേണ്ട ഒരു ആവശ്യമില്ല. ഇത് വളരെ സിമ്പിളാണ്. ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങൾക്ക് ഒരു ജോലി തിരഞ്ഞെടുക്കാം. ഏത് ജോലി നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമല്ലോ. മാന്യമായും അപ്പന്മാരുടെ കടപ്പാടാണല്ലോ മക്കളെ വളർത്തുക, പഠിപ്പിക്കുക എന്നുള്ള കാര്യമൊക്കെ. തീർച്ചയായും നമുക്കത് കർത്താവ് നിഷേധിക്കുന്നില്ല. നമ്മുടെ ന്യായമായ ഒരൊറ്റ ആവശ്യവും ദൈവം നിഷേധിക്കുന്നില്ല. ഏതൊരു ജോലി തിരഞ്ഞെടുത്താലും ആ ജോലിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്ന നാൾ മുതൽ എൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ എന്നിൽ നിഗളം ഉളവാകുവാനുള്ള ഏതെങ്കിലും വഴികൾ ഉണ്ടോ എന്ന് ആരാഞ്ഞറിയണം. എനിക്ക് മുമ്പായി ഈ വഴിയിലൂടെ കടന്നുപോയ ആൾക്കാർ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. എനിക്ക് മുമ്പ് 5 കൊല്ലം മുമ്പ് 10 കൊല്ലം മുമ്പ് ഈ വഴിയിലൂടെ കടന്ന് ഇങ്ങനെ പോയി ഇപ്പോൾ റിട്ടയർമെൻ്റ് ആയ ആ ആളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് നിങ്ങൾ ചിന്തിക്കണം. വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുക്കുകയാണെങ്കിലും ഈ വിദ്യാഭ്യാസ മേഖല ഞാൻ തിരഞ്ഞെടുക്കുന്നത് പോലെ എൻ്റെ ദേശത്ത്, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ എനിക്ക് ഒരു മാന്യത ലഭിക്കും എന്ന് കരുതി ഒരു നിഗളം നമ്മുടെ ഉള്ളിൽ രൂപീകൃതമാകുവാൻ ഇടവരുന്ന ഒരു കോഴ്സാണ് പഠിക്കുവാൻ മുമ്പിൽ വന്നിരിക്കുന്നതെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് പ്രാർത്ഥിച്ച് ഒരു ഉറപ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും പ്രാപിച്ചതിന് ശേഷം മാത്രമേ മുമ്പോട്ട് പോകാവേ എന്ന് ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്, വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് വളരെ അപകടകരമായ ഒരു മേഖലയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. എപ്പോൾ പ്രാർത്ഥിക്കാതിരുന്നാലും എൻ്റെ ആഗ്രഹം കർത്താവേ, സ്തോത്രം, കർത്താവേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ ആഗ്രഹം ദൈവത്തോട് പറയുക എന്നുള്ളതാണ്. ഇല്ലേ? അതാണോ നിങ്ങൾ ചെയ്യുന്നത്? നമ്മുടെ ആഗ്രഹങ്ങളല്ല. നമ്മൾ പാടും, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം. പാടുമ്പോൾ ആരാധിക്കുമ്പോഴൊക്കെ ഈ പാട്ട് പാടും. പ്രാർത്ഥിക്കാൻ അടുത്ത് വരുമ്പോഴോ നമ്മുടെ ഇഷ്ടം തന്നെയാണ് ആദ്യം കൊണ്ട് നിരത്തി വയ്ക്കും. നമ്മുടെ ഇഷ്ടങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം അങ്ങോട്ട് നിരത്തി വയ്ക്കുകയാണ്. അപ്പോൾ പാടുമ്പോൾ ഒന്ന്, പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊന്ന്, പ്രസംഗിക്കുമ്പോൾ ഒന്ന്, ജീവിക്കുമ്പോൾ മറ്റൊന്ന്. വൈരുദ്ധ്യതയായ സാഹചര്യം പാപം അതിക്രമിച്ച് ലംഘനം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നാം കഷ്ടത്തിലാകുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് നമുക്ക് തുറക്കുന്നില്ല, ദൈവത്തിൻ്റെ മുഖം നമുക്ക് മറച്ചും വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ ഇത്രയും ദൈവസഭകൾ ഇത്രയും കഠിനമായ പീഡയിലൂടെ നമ്മുടെ ഈ തലമുറയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എടുത്തു പറയത്തക്ക വണ്ണമുള്ള ഒരു ദൈവപ്രവൃത്തി അങ്ങനെ അങ്ങോട്ട് നടക്കാതിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഏരിയയിലേക്ക് പിശാച് അതിക്രമിച്ച് കയറി വന്നാൽ 1-ാം നൂറ്റാണ്ടിൽ നടന്നതുപോലെയുള്ള പിൽക്കാലത്തെ അനുഭവങ്ങൾ ഇപ്പോൾ നടക്കാതിരിക്കുന്നതിൻ്റെ പിൻപിൽ ഒരു കാര്യം കൂടി ചിന്തിക്കണം. ഒന്നെൻ്റെ ക്രോധത്തിലാണ്. താൻ രക്തം കൊടുത്ത് വിളിച്ച് വേർതിരിച്ച തൻ്റെ മക്കൾ അവരുടെ ഇഷ്ടപ്രകാരം നടക്കുകയാണ്. എൻ്റെ വാക്കുകൾ
അവർ കേൾക്കുന്നില്ല. എൻ്റെ യാചനകൾ അവർ തിരസ്കരിക്കുകയാണ്. അവർക്ക് താൽക്കാലികമായതാണ് വേണ്ടത്. ഭൂമി തീ കൊണ്ട് വെണ്ണീറാകുമ്പോൾ തീരുന്നതാണ് ഇവർക്ക് വേണ്ടത്. ഇപ്പോഴും സർവശക്തനായ എന്നോട് അവർ ചോദിക്കുന്നത് ലൗകികമായ കാര്യങ്ങളാണ്. മരണം കൊണ്ട് അസ്തമിക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും വർഷമായിട്ടും അവരെന്നോട് ചോദിക്കുന്നത്. ഞാൻ അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും അവരെന്നോട് ചോദിക്കുന്നില്ല. നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുന്ന ഒരു കാര്യം പോലും നിങ്ങൾ ചെയ്യുന്നില്ല. പ്രാർത്ഥിക്കുന്നു, മണിക്കൂറോളം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, എല്ലാ മാസവും ഉപവസിക്കുന്നു. ശരി തന്നെ, അവൻ്റെ ആവശ്യങ്ങളാണ് എന്നോട് അറിയിക്കുന്നത്. ഞാൻ അവനോട് കേൾപ്പിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അവന് ശ്രദ്ധിക്കുന്നില്ല. ഞായറാഴ്ച തോറും വെള്ളിയാഴ്ച തോറും വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വചനത്തിനൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല. അപ്പോഴും എനിക്കൊരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം എന്നതാണ് ആ ജീവിതനാടി പറയുന്നത്. വചനം പറയുന്നത് ദൃശ്യമായതിൽ നിന്നും അദൃശ്യമായതിലേക്കും താൽക്കാലികമായതിൽ നിന്നും നിത്യമായതിലേക്കുമുള്ള ഒരു സ്വർഗീയ പ്രവേശനത്തിൻ്റെ ഈ വഴിയിൽ നാം ആയിരിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ലൗകികമായ വ്യവസ്ഥകളും ആത്മീയമായ വ്യവസ്ഥകളും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയായിരിക്കും കടന്നു വരുന്നത്. അതിനെ ബാലൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് പ്രേരണ നൽകുന്ന ഒരേ ഒരു ഘടകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമാണ്. കർത്താവിൻ്റെ പുനഃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്തത്താൽ വചനത്താൽ ചെയ്യാം. എഹെസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 22-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. അലറിയിര കടിച്ചുകീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിന്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എന്റെ ശബ്ബത്തുകളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു. പ്രമാണമുണ്ടായിരുന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനമായിരുന്നു ഇസ്രായേൽ. പ്രവാചകന്മാർ ധാരാളം അവർക്കുണ്ട്. ലോകത്തെ മറ്റേരു ജാതിയേക്കാളും അത്ഭുതങ്ങൾ കണ്ട ഒരു സമൂഹമാണ് ഇസ്രായേൽ മക്കൾ. അവരുടെ പൂർവികന്മാരുടെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും വായിക്കുമ്പോഴും ലോകജനതയ്ക്ക് വിശ്വസിക്കുവാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് അന്ന് ആ തലമുറ കണ്ടത്. സർവശക്തനായ ദൈവം നേരിട്ടിറങ്ങി വന്ന് അവരോട് തീയിൽ ഉത്തരം അരുളിയ ചരിത്രമാണ് അവർക്കുള്ളത്. പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ശബ്ദമായി ഇറങ്ങി വന്നവരുമാണ്. ദൈവം നേരിട്ട് ഇടപെട്ട ഒരു സമൂഹമാണ് ഇസ്രായേൽ സമൂഹം. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പരമകാമത്തിൽ നിൽക്കുമ്പോൾ തന്നെ അശുദ്ധിയുള്ള ജനത്തിൻ്റെ ഇടയിലേക്ക് തൻ്റെ വിശുദ്ധിയുടെ വചനം കൊടുത്ത് യഥാസ്ഥാനപ്പെടുത്തിയ ചരിത്രമാണ് അവർക്കുമുള്ളത്. പിന്നെ എന്താ പ്രശ്നം? പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ട്. 26-ാം വാക്യത്തിൽ പുരോഹിതന്മാർ ന്യായപ്രമാണത്തോട് ദ്രോഹം കാട്ടും. പുരോഹിതന്മാരുടെ കൂട്ടുകെട്ട്. ആ സഭയിൽ നീ പോയായിരുന്നു? കഴിഞ്ഞ ആഴ്ച നീ ആയിരുന്നു ആ സഭയിൽ? അതെ, ഞാനായിരുന്നു. നീ എന്താ അവരോട് പറഞ്ഞത്? അവിടെ എങ്ങനെയുണ്ട്? ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ആ ശരി, ഞാനും നാളെ പോയി ഈ കാര്യം ഇങ്ങനെ തന്നെ പറയാം. മീറ്റിംഗ് കഴിഞ്ഞ് എത്ര രൂപ തന്നു? അത് ഇത്ര രൂപ തന്നു. ശരി, ഇങ്ങനെയുള്ള ആൾക്കാരാണോ? ഇളകുന്ന ആൾക്കാരാണോ? ഇളകാത്ത ആൾക്കാരാണോ? ഏത് ടൈപ്പ് ആൾക്കാരാണ്? എല്ലാം മനസ്സിലാക്കി. അടുത്ത പ്രാവശ്യം ഈ പ്രവാചകൻ ആ സഭയിലേക്ക് അവസരം ഉണ്ടാകുമ്പോൾ ഈ സഭയെക്കുറിച്ച് ഏകദേശം ഒരു രൂപരേഖ കിട്ടി അല്ലേ? അപ്പോൾ നിങ്ങളെ എങ്ങനെ ഇളക്കണമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ പൈസ കൂടുതൽ എനിക്ക് എങ്ങനെ കിട്ടാമെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ? കുത്തി വെട്ടി നുള്ളി പരിഹരിപ്പിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് 500 രൂപയും സന്തോഷിപ്പിച്ച് ഇളക്കി കൊണ്ടുവരുന്നവർക്ക് 5000 രൂപയും കൊടുക്കുന്ന അറിവ് കിട്ടുകയാൽ പിന്നെ അടുത്ത പ്രവാചകൻ എങ്ങനെ പ്രസംഗിക്കും അല്ലേ? അവിടെ കുത്തി പ്രസംഗിച്ചാൽ പൈസ പോലും കിട്ടത്തില്ല, പെട്രോൾ അടിക്കാൻ പോലും തികയത്തില്ല. പിന്നെ അവരെ ഇളക്കി പ്രസംഗിക്കാമെങ്കിൽ 10,000 സ്വതന്ത്ര തരും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ സന്ദേശം അല്ലേ? ചില ദേവദാസന്മാർ ഇതുപോലുള്ള ചെറിയ സഭയിൽ വരുമ്പോഴത്തേക്ക് വിശുദ്ധിയെക്കുറിച്ച്, വേർപാടിനെക്കുറിച്ചും ആഭരണത്തെക്കുറിച്ചും എല്ലാം ഭയങ്കരമായിട്ട് പ്രസംഗിക്കും. അതേ പാസ്റ്റർമാർ ആയിരക്കണക്കിന് ആൾക്കാരുള്ള വലിയ സഭയിലേക്ക് ചെല്ലുമ്പോഴോ ആ പരിപാടി അങ്ങ് മാറ്റിവെച്ചിട്ട് ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും അല്ലേ? ദൈവം നിൻ്റെ ബിസിനസ്സിനെ ഡെവലപ്പാക്കും. നീ അനുഗ്രഹം അനുഭവിച്ച് തുടങ്ങിയിട്ടില്ല. നിൻ്റെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അവർക്കതാണ് വേണ്ടത്. 25,000 സ്വതന്ത്രകാശി കൊടുക്കും, സന്തോഷം. അടുത്ത 1 മാസം മീറ്റിംഗ് ഇല്ലായിരുന്നാലും ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ഇപ്പോൾ ഓരോ കൊട്ട അപ്പം കയ്യിൽ കിട്ടി. ഇനിയിപ്പോൾ കർത്താവ് മലമേൽ കയറിപ്പോയിരിക്കുകയാണ്, സന്ധ്യയുമായി. ഇനിയിപ്പോൾ കർത്താവിനെ നോക്കിയിട്ട് കർത്താവിന് കാണാൻ കഴിയുന്നില്ല. ഇവർ നോക്കിയപ്പം കർത്താവിന് ഇപ്പോൾ ഒരാഴ്ച കൂടെ ഇല്ലെങ്കിൽ ഓരോ കൊട്ട അപ്പം അവരുടെ കൈ കിട്ടിയിരിക്കുകയാണ്, ഓരോ കൂട്ടം അപ്പം ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരാഴ്ച കർത്താവ് ഇല്ല എങ്കിലും കാര്യമൊക്കെ നടക്കും. ഇവർ കർത്താവിനെ കൂടാതെ പടക് നീക്കി.
അവസാനം കർത്താവിനെ കണ്ടപ്പം ഭൂതമെന്നാണ് പറഞ്ഞു. അപ്പോൾ ഭൗമികമായ നന്മകളെല്ലാം ആശ്രയിച്ച് മുമ്പോട്ട് പോയാൽ റിയൽ ക്രൂശിൻ്റെ കർത്താവ് നമുക്ക് വെളിപ്പെട്ടാലും നമ്മൾ ഭൂതമാണെന്ന് പറയേണ്ട അവസ്ഥകളുണ്ടാകും. അതുകൊണ്ടാണ് ഇത് ഭൂതത്തിൻ്റെ ശുശ്രൂഷയാണ്, ഇത് സത്യാത്മാവൊന്നുമല്ല, ഇത് ദുരാത്മാവാണെന്ന് പല ആൾക്കാരും പറഞ്ഞ് സത്യവചനം ശുശ്രൂഷിക്കുന്ന എത്രയോ ദേവദാസന്മാർക്കാണ് അയാൾ ദുരാത്മാവാണ്. അയ്യേ, അയാൾ പള്ളിക്കേറ്റത് സഭ വിളിച്ച് വെറ്റായി പോകും, അയാൾ ദുരാത്മാവ് ഭൂതമാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞത്. യേശുവിനെ അങ്ങനെ പറഞ്ഞില്ലേ, ഭൂതം എന്ന് വിളിച്ചില്ലേ? ഓ, യേശുവിനെ ഭൂതം എന്ന് വിളിച്ചെങ്കിൽ നമ്മളെ ആൾക്കാർ എന്ത് വിളിക്കണം? യേശുപുത്രൻ എന്ന കർത്താവിനെ വിളിച്ചെങ്കിൽ നമ്മളെ എന്ത് വിളിക്കണം? യേശുവിനെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അതിന് മാത്രം എന്തുമാത്രം വിളിക്കണം? പച്ചമരത്തോട് അങ്ങനെയാണെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? ഫലം പുറപ്പെടുവിക്കുന്നതിന് അതാണെങ്കിൽ ഫലം പുറപ്പെടുവിക്കാൻ ശേഷിയില്ലാതെ ഉണങ്ങിപ്പോയതിനെ എന്ത് വിളിക്കും? പച്ചവൃക്ഷം അടുത്ത് കയറ്റുന്നതിനേക്കാൾ കത്തിക്കുന്നതിനേക്കാൾ എളുപ്പമല്ലേ ഉണങ്ങിയ വൃക്ഷം കത്തിക്കുന്നത്? നമ്മൾ അതിനേക്കാൾ പെട്ടെന്ന് കത്തിത്തീരുകയില്ലേ? ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കണ്ണുകൾ നമ്മളെ വശീകരിച്ച് കീഴ്പ്പെടുത്തരുത്. നമ്മുടെ കാതുകളും നമ്മളെ വശീകരിച്ച് കീഴ്പ്പെടുത്തി ജഡിലവും പ്രാകൃതവുമായ മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുവാൻ കൂട്ടാക്കാതെ ദൈവത്തിലും കർത്താവിൻ്റെ വചനത്തിലും പരിശുദ്ധാത്മാവിലും ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇത് പറ്റുന്ന പ്രശ്നം പല വിശ്വാസികളും പല ക്രിസ്ത്യാനികളും പരിശുദ്ധാത്മാവിൻ്റെ പേരിലാണ് പല കാര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ സഭയിൽ ആത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സഭ ഇങ്ങനെയായി പോയത് എന്ന് ചിന്തിക്കാനിടയുണ്ട്. സ്തോത്രം. നമ്മുടെ സഭയിൽ കുറേ ഉണങ്ങിയ ഉദ്ദേശിമാർ വന്ന് പ്രസംഗിക്കും. എപ്പോൾ പറഞ്ഞാലും കുത്തി പ്രസംഗിക്കും. ഇവനൊക്കെ വേറെ പണിയില്ലേ? എന്നാൽ ആ സഭയിൽ പോയാലോ സമയം പോകുന്ന അറിയത്തേയില്ല. നമ്മളെ കുത്തത്തുമില്ല, നമ്മളെ വെട്ടത്തുമില്ല, നമ്മളെ പരിഹസിക്കത്തില്ല, ഒന്നുമില്ല. ഓ, നമ്മൾ ആരും ഒന്നും അറിയണ്ട. പാസ്റ്റർക്ക് പോലും നമ്മളെ അറിയത്തില്ല, ഇല്ലേ? ഈ ഭൂമിയിൽ ഒന്നും നേടിയില്ലെങ്കിലും അക്കരെ നാട്ടിൽ എത്താനുള്ള വഴി നമുക്ക് തുറന്നു തരണ്ടേ? ഈ ഭക്തന്മാർ എന്തിനാണ് ഈ വില കൊടുക്കുന്നത്? ഈ കഠിനമായ ഈ വ്യവസ്ഥ ഏറ്റുവാങ്ങി ഈ സത്യവചനം ഇവിടെ വിളംബരം ചെയ്യുന്നത് എന്തിനായിട്ടാണ്? നിങ്ങളുടെ കീശ വിൽക്കുവാനല്ല, ഈ ലൗകികമായ ഒരു ഉയർച്ചയ്ക്കുമല്ല. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ, നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടായാൽ പ്രാർത്ഥിച്ചത് ഞാനല്ല. നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടായാലും ഈ ഭൂമി ഉയർച്ച ഉണ്ടായാലും രാജംഭാഷ പ്രാർത്ഥനയാലാണ് ഞങ്ങളിങ്ങനെ ഉയർന്നതെന്ന് നിങ്ങൾ ആരും പറയല്ലേ. ഞാൻ ആരും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുമില്ല, പ്രാർത്ഥിക്കുകയുമില്ല. പ്രൊമോഷൻ്റെ അടുത്തെത്തിയിട്ട് കഥഭാഗ്യന്മാരെ പോലെ ഡീപ്പ് പ്രൊമോഷൻ ലഭിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ എൻ്റെ പ്രാർത്ഥന അതിനകത്ത് കാണാം. കാരണം നിത്യതയെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വാതായനവും ഇതിൻ്റെ അകത്ത് സ്ഥിരമായി ആരാധിക്കാൻ വരുന്ന ഒരു വ്യക്തിക്കും തുറക്കരുത് എന്നാണ് എൻ്റെ രഹസ്യ പ്രാർത്ഥന. എന്തെല്ലാം ഇവിടെ നേടിയാലും നിത്യതയെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാം, ചിലപ്പോൾ മാനസിക ദുഃഖം ഉണ്ടാകുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. അതെൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം. പക്ഷെ ഉറപ്പ്, അപ്പോൾ കാഹളം കേട്ടാൽ അക്കരെത്തും. നിന്റെ ജോലി തെറിച്ച് ന്യായമായ കാരണമില്ലാതെ ജോലി തെറിച്ച് നിരാശയോടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് കർത്താവിൻ്റെ കാഹളം കേൾക്കുന്നതെങ്കിൽ നീ മേലോട്ട് പോകും. അല്ല, കള്ളത്തരത്തിന് കൂട്ടുനിന്ന് യോഗ്യത ഇല്ലാതിരിക്കെ കള്ളയോഗ്യത തയ്യാറാക്കി പ്രൊമോഷൻ കിട്ടി 10,000 രൂപയുടെ ശമ്പളം കൂട്ടി വാങ്ങി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് കാഹളം കേൾക്കുന്നതെങ്കിൽ എനിക്ക് പ്രയാസമാണ് ആ വ്യക്തി രൂപാന്തരപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. കഷ്ടത്തിൻ്റെ നടുവിലൂടെ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. മനസ്സാദ്യം മാറണം. അവരെ ഇവരെയും കണ്ട് നിങ്ങൾ ആത്മീക ജീവിതത്തെ അളക്കാതെ നിങ്ങളുടെ മനസ്സാദ്യം മാറേണ്ടത് കർത്താവ് എൻ്റെ മനസ്സാണ് മാറേണ്ടത്. അവൻ്റെയും ഇവൻ്റെയും കണ്ടല്ല. ആ ഉപദേശി എങ്ങനെയാണ്, ഈ ഉപദേശി എങ്ങനെയാണ്, ആ പാസ്റ്റർ എങ്ങനെയാണ്, ഈ പാസ്റ്റർ എങ്ങനെയാണ്, ആ പ്രവാചകൻ എങ്ങനെയാണ്, ഈ പ്രവാചകൻ എങ്ങനെയാണ്, ആ സഭ എങ്ങനെയാണ്, ഈ സഭ എങ്ങനെയാണ്. ഈ ദൃശ്യമായ മേഖലകൾക്ക് അപ്പുറം ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് അദൃശ്യവും സ്വർഗീയമായതിനെ കാണുവാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ വരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പിന്നെ അതിൻ്റെ സ്ഥാനത്ത് കാണുകയില്ല. ഉറപ്പ്, ഞാനതിന് സാക്ഷിയാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ പുരോഹിതന്മാരുടെ ഇടയിലെ കൂട്ടുകെട്ട് സത്യമായതിനെ മറച്ചു വയ്ക്കുവാൻ, സ്വാർത്ഥമായ ആഗ്രഹങ്ങളെ നിവൃത്തീകരിക്കുവാൻ തക്കവണ്ണം പ്രവാചകന്മാരുടെ കൂട്ടുകെട്ട്. സ്തോത്രം, ഹല്ലേലൂയ. ചെറിയ സഭയിലേക്ക് ഡേറ്റ് കൊടുത്തിട്ട് വലിയ സഭക്കാർ വിളിച്ചാൽ ഈ ഡേറ്റ് ക്യാൻസലാക്കി വലിയ സഭയിൽ പോകും. ചെറിയ മീറ്റിങ്ങിന് ഡേറ്റ് കൊടുത്തിട്ട് വലിയൊരു മീറ്റിംഗ് വരികയാണെങ്കിൽ അവർക്ക് ഡേറ്റ് കൊടുക്കും. എന്നിട്ട് ഇവരോട് പറയും, എനിക്കൊരു അസൗകര്യമുണ്ട്, ക്ഷമിക്കണം, ഡേറ്റ് മാറിപ്പോയി. പേസൊക്കെ ഒരു പ്രശ്നമില്ല. എത്ര ഈസി ആയിട്ട് പാസ്റ്റർമാർക്ക് പ്രവാചകന്മാർക്ക് കള്ളം പറയാൻ പറ്റും? ഒരു ഉളുപ്പുമില്ല. അവിടെ പ്രസംഗിച്ചാൽ നമുക്ക് ദൂതം കിട്ടും, വെളിപ്പാടും കിട്ടും, കറക്റ്റായിരിക്കും, ഒരു സംശയം വേണ്ട. കറക്റ്റ് ദൂതം കിട്ടും, എല്ലാ കാര്യങ്ങളും കറക്റ്റ്. പച്ച കള്ളം പറഞ്ഞാൽ വന്ന് നിൽക്കുന്നത്. പക്ഷേ ദൂതനെന്ന പ്രശ്നമില്ല. സാധനം ആത്മാവ് വേറെയാണ്, സാധനം ഐറ്റം വേറെയാണ്. ഇതാ പ്രശ്നം. നിങ്ങളതിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഏതൊരു പ്രവാചകനെ സമീപിച്ചാലും അവൻ യേശുവിൻ്റെ ജീവിതം ജീവിക്കുന്ന ആളാണെന്ന് നോക്കണം. ഏതൊരു ഉപദേശം നിങ്ങൾ കണ്ടാലും അവൻ യേശുവിനെ പോലെ ആകുവാനുള്ള വാഞ്ചയുള്ള നടപ്പാണോ അവൻ്റെത് നോക്കണം. അല്ലാതെ ഇവിടുത്തിൻ്റെ പുറകെ നിങ്ങൾ പെട്ടുപോകരുത് പ്രിയമുള്ളവരെ. ഒരുപക്ഷെ താൽക്കാലികമായ ഒരു ആശ്വാസമോ ഒരു സമാധാനമോ ഉയർച്ചയോ ലഭിച്ചെന്ന് വരാം. പക്ഷേ എങ്ങോട്ട് പോകും?
വളർന്നു എന്ന് വരാം. ഞാൻ ആ സഭയിലായിരുന്നപ്പോൾ വളർന്നിട്ടേ ഇല്ല, ഈ സഭയിൽ വന്നതിന് ശേഷം എനിക്ക് ഇത്രയും വളർച്ചയായി. സ്തോത്രം. പക്ഷേ വീശുമുറം വളർന്നു നിൽക്കുകയാണ്, പക്ഷേ അകത്തൊന്നുമില്ല എങ്കിൽ പാറിപ്പോകും. അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. മോഹങ്ങളെ ഗർഭം ധരിച്ച് വശ്യസുന്ദരമായ ആഗ്രഹാഭിലാഷങ്ങളെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ നിങ്ങളുടെ രക്തം വേർപ്പാക്കി അസ്ഥികളെ നുറുക്കാനിടയാകാതെ നിലനിൽക്കുന്നതും ശാശ്വതവും സ്വർഗീയമായ അവകാശത്തിന് വേണ്ടി നിങ്ങളെ തന്നെ ഹൃദയപൂർവ്വം സമർപ്പിച്ചേൽപ്പിച്ച് കൊടുക്കുവിനെന്ന് ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ദുരാഗ്രഹം നമുക്കുണ്ടാകും. നമ്മൾ ഭൗമികമായ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നേടി മുമ്പോട്ട് പോയാൽ നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയില്ല. പിന്നെ ദുരാഗ്രഹം നമുക്കുണ്ടാകും. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർത്തരും. കർത്താവ് എനിക്ക് വചനം വെളിപ്പെടുത്തിയ നാളിൽ ആദ്യം വെളിപ്പെടുത്തി നൽകിയ വചനമാണ് ഈ പുറപ്പാട് പുസ്തകവും സംഖ്യാപുസ്തകവും. സമ്മിശ്ര ജാതി എന്ന വിഷയം. സമ്മിശ്ര ജാതി എന്ന് പറയുമ്പോൾ ജഡമനുഷ്യനും ആത്മമനുഷ്യനും ചേർന്നു. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ജഡമനുഷ്യനും ആത്മമനുഷ്യനും ചേർന്നുള്ളവരെയാണ്. ജഡമനുഷ്യനൊരാഗ്രഹമുണ്ട്, ആത്മമനുഷ്യനൊരാഗ്രഹം. നിർഭാഗ്യവശാൽ വേണ്ടതുപോലെ സത്യത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് കിട്ടാതെ പോയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതിലേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ നാം പ്രാർത്ഥിക്കുകയും അത് നേടുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. നമ്മുടെ ജഡമനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ നിർവടിയായി നിവർത്തിച്ച് മുമ്പോട്ട് പോയാൽ പെട്ടെന്ന് വളർച്ചയുണ്ടാകും. അസാധാരണമായ വളർച്ച. 2 അടി മാത്രം ഉയരുവാൻ തക്ക വിധമുള്ള വിത്ത് 5 അടി വരെ ഉയർച്ചയുള്ള സസ്യമായിട്ട് ലോകമെല്ലാം പറയും. ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഏറ്റവും അധികം ഉയരാൻ കഴിയും. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ ഉയർച്ച ഉണ്ടായത് ഏത് മോഹത്താലാണ്? അതാണ് പ്രശ്നം. ജഡത്താൽ ഉളവായി വന്ന മോഹത്താലാണ് ഈ വളർച്ച നമുക്കുണ്ടായതെങ്കിൽ ഇത് അപകടകരമാണ്. സ്തോത്രം. പുണ്യനാമം വാഴ്ത്തപ്പെടട്ടെ. ജഡത്താലുള്ള മോഹം. ഇനി ആത്മാവിനാലുള്ള മോഹം എന്ന് പറഞ്ഞാലോ ലോകത്തിനൊന്നും കാണാൻ കഴിയുകയില്ല. ആ വളർച്ചയെ ലോകക്കാർക്ക് ഉൾക്കൊള്ളുവാനും പറ്റുകയില്ല. അതിനകത്ത് നാം ദൈവഗീതം ചിന്തിച്ച് പറഞ്ഞു കഴിഞ്ഞാലോ അവർ നമ്മളെ ഭ്രാന്തന്മാരെന്ന് വിളിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൃശ്യമായതല്ല, ലോകക്കാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയാത്തതും നമുക്ക് ഉള്ളിൽ അനുഭവിപ്പാൻ കഴിയുന്നതുമാകുന്ന ഒരു പ്രമാണ വ്യവസ്ഥയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ സത്യം. അത് ഒരിക്കലും മറന്നു പോകാതിരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ സമ്മിശ്ര ജാതി എന്ന് പറയുമ്പോൾ ജഡമനുഷ്യനും ആത്മമനുഷ്യനും ഇവർ ഈ പല കാര്യങ്ങൾ നേടി അവർക്ക് പല ആവശ്യങ്ങളുണ്ടാകുമ്പോൾ മോശയോട് നിലവിളിക്കുന്നു, മോശ പ്രാർത്ഥിക്കുന്നു, ആ കാര്യം അവർക്ക് നേടിക്കൊടുക്കുന്നു. ഇങ്ങനെ അവരുടെ ഭൗമിക കാര്യങ്ങൾ നേടി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആണ് ഈ സംഭവം ഉണ്ടായത്. ഒന്നുകൂടെ വായിച്ചേട്ടത്. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി ദുരാഗ്രഹികളായി. സമ്മിശ്ര ജാതി എന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെ മക്കളെ കൂടാതെ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട ഒരു സമ്മിശ്ര ജാതിയും കൂടെയുണ്ട്. ഇവരും കൂടെയാണ് പുറപ്പെട്ട് യാത്രയിലുള്ളത്. അബ്രഹാമിൻ്റെ മക്കൾ മാത്രമായിരുന്നു ആ യാത്രയിൽ ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാം അക്കരെ നാട്ടിലെത്തിയേനെ. പക്ഷേ ഈ സമ്മിശ്ര ജാതി, മിസ്രൈമിൽ നിന്നുള്ളൊരു സമ്മിശ്ര ജാതി ഇവരുടെ കൂടെ ഈ യാത്രയിൽ ഇവരെ അനുഗമിച്ചു. സ്തോത്രം. ഇവർ കനാൻ ദേശത്തേക്ക് പോകുന്നവരാണെങ്കിലും ഉള്ളം കൊണ്ട് മിസ്രൈമിൽ നന്മ കാംക്ഷിക്കുന്നവരാണ്. നമ്മളിൽ പലരും ലോകം വേണ്ടെന്ന് പറഞ്ഞ് വിട്ട് കർത്താവിൻ്റെ കൽപ്പന സ്വീകരിച്ച് പള്ളി വന്ന് ആരാഴ്ച പോകുന്നെങ്കിലും കനാൻ ദേശത്തേക്ക് വാഗ്ദത്ത ദേശത്ത് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നെങ്കിലും ഉള്ളം കൊണ്ട് ലോകത്തിൻ്റെ പലതും ആഗ്രഹമുള്ളവരാണ്. രഹസ്യമായിട്ട് അത് ആഗ്രഹമുണ്ട്. അങ്ങനെ ആ ആഗ്രഹം നിവൃത്തീകരിക്കുവാൻ നമ്മൾ പ്രാർത്ഥനയും അഭിഷേകത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ചാൽ കുഴപ്പം എന്താണ്? സദൃശവാക്യത്തിലെ ഒന്നത്തെ സദൃശവാക്യം. ഈ സമ്മിശ്ര ജാതിയായ ദുരാഗ്രഹി എന്തായി മാറും? 15-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിച്ചാൽ. ദുരാഗ്രഹി തന്റെ ഭവനത്തെ വലയ്ക്കുന്നു. അത്രേ ഉള്ളൂ. സമ്മിശ്ര ജാതിയാണോ? ജഡമനുഷ്യൻ്റെയും ആത്മമനുഷ്യൻ്റെയും മോഹപ്രകാരം നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആ കാര്യം നേടി നിങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുകയാണോ? എന്നിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ദൈവാസന്മാരെ സഹായിച്ച് സാധുക്കളെ സഹായിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് പോകാമെന്നാണോ വിചാരിക്കുന്നത്? കിട്ടുന്ന പൈസ കൊണ്ട് നല്ലൊരംശം കർത്താവിന് വേണ്ടി ചെലവഴിക്കുന്നു. അതാണോ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രാഗൽഭ്യം? പ്രിയമുള്ളവരെ, ഇത് അപകടകരമാണ്. സമ്മിശ്ര ജാതിയാകരുത്. ഒന്നുകിൽ ജഡമനുഷ്യൻ അല്ലെങ്കിൽ ആത്മമനുഷ്യൻ. ഒന്നുകിൽ ദൈവത്തെ സേവിക്കണം അല്ലെങ്കിൽ പണത്തെ സേവിക്കണം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഈ പറഞ്ഞ വചനങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നത് ഞാൻ വിചാരിക്കുകയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഒടുവിൽ സമ്മിശ്ര ജാതി ആരായിട്ട് മാറിയെന്ന് കണ്ടു? ദുരാഗ്രഹിയായി മാറി. പിന്നെ ഈ ജഡമനുഷ്യൻ ദുരാഗ്രഹിയായി മാറിയാൽ ഈ കിട്ടുന്ന ജോലി കൊണ്ടൊന്നും നമുക്ക് തൃപ്തിയാകുകയില്ല. നമുക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. മരണം വരെ ഈ ദുരാഗ്രഹം വന്നുകൊണ്ടേയിരിക്കും. ഒന്നിലും തൃപ്തരാകാൻ കഴിയുകയില്ല.
ഒരിക്കലും ഒരിക്കലും ഒന്നിലും തൃപ്തരാകാൻ കഴിയും. ഇപ്പോൾ താമസിക്കുന്ന വീടാണെങ്കിലും അത് തൃപ്തിയല്ല, അല്പം കൂടി ഒരു വിശാലത ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു ജോലി, ചെറിയ ജോലിയുണ്ട്, അതിൽ തൃപ്തരല്ല. തൃപ്തി ആകണമെങ്കിൽ എനിക്ക് അത് കിട്ടണം. അവിടെ കിട്ടിക്കഴിഞ്ഞാലോ അവിടെ കൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ വഴി കണ്ടു, അതിലാണ് പിന്നെ ശ്രദ്ധ അങ്ങോട്ട്. ഈ ജഡമനുഷ്യൻ്റെ മോഹമനുസരിച്ച് നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഈ കനാനിലെ യാത്ര നിങ്ങൾ ചെയ്താൽ പ്രശ്നം എന്താണ്? ഒടുവിലവൻ ദുരാഗ്രഹിയായി മാറും. ഈ ജഡമനുഷ്യൻ ദുരാഗ്രഹിയായി മാറിയാൽ ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു. ജഡമനുഷ്യൻ്റെ മോഹമനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയാൽ ഈ ജഡമനുഷ്യൻ അവസാനം ഈ ശരീരത്തെ വലയ്ക്കും. ഇത് ഭവനമാണ്, ഇത് വീടാണ്, ഈ വീടിനെ വലയ്ക്കും. എങ്ങനെ? കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ നിത്യജീവനായി ഉണരുവാൻ കഴിയാത്ത അവസ്ഥ. നിന്നയോടുകൂടെ നിത്യലജ്ജയ്ക്ക് നിത്യനിന്ദയ്ക്കും മുഖാന്തരമാം വണ്ണം ഒരുക്കത്തക്കവണ്ണം ഈ ഭവനത്തെ അവൻ വലയ്ക്കും. ഈ ശരീരം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കും. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദുരാഗ്രഹയാണ് മന്ദിരത്തെ നശിപ്പിക്കുന്നത്. നമ്മളിലെ ജഡമനുഷ്യനാണ് ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നത്. ജാതികൾ അവരുടെ മന്ദിരങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീതിമാനായ ദൈവം വിശുദ്ധിയിൽ നിറവായ നമ്മുടെ കർത്താവിന് വസിപ്പാൻ തക്കവിധം ഈ മന്ദിരത്തെ എപ്പോഴും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ യേശു പറഞ്ഞ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് 5 അടി പൊക്കത്തിന് വളരാം, എന്നെ ദൈവം മാനിച്ചു എന്നൊക്കെ പറയാം. വീശുമുറത്തിൻ്റെ കാര്യം വരുമ്പോഴാണ് ഈ പ്രശ്നം. ആൾക്കാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും സഭക്കാരുടെ മുമ്പിലും പാസ്റ്റേഴ്സിൻ്റെ മുമ്പിലും നല്ല ഫലമാണ്. ഞങ്ങളുടെ സഹോദരൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്, അദ്ദേഹം വളരെ ദൈവസ്നേഹമുള്ള ആളാണ്, എന്ത് വിഷയം ഉണ്ടെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഉടനെ പൈസ സഹായിക്കും, ഈ ദൈവസഭയ്ക്ക് ഇതിൽ ആവശ്യം ഉണ്ടായാൽ വളരെ സഹായിക്കുന്ന ആളാണ്, നല്ലൊരു കുടുംബമാണ്, ഞാൻ വളരെ ദൈവസന്നിധിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് എന്നൊക്കെ പാസ്റ്റർമാർ സാക്ഷ്യം പറയും. അയ്യോ, വീശുമുറം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എഴുതി വെക്കണം, വീശുമുറം എഴുതി വെക്കണം. ഇടയ്ക്ക് നിങ്ങൾ ഓരോ വിഷയങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ വീശുമുറം നമ്മുടെ ബ്രാക്കറ്റിൽ ചുമ്മാതെ എഴുതിപ്പോണം. ചുമ്മാതെ ഒരു 5 വരി എഴുതുമ്പോൾ 6ാമത്തെ വരി വീശുമുറം എന്ന് ബ്രാക്കറ്റിലിടണം. നിങ്ങൾ പിശാചൊന്നും എഴുതണ്ട, നരകമൊന്നും സോപ്പൊന്നും എഴുതുന്നു എഴുതണ്ട, വീശുമുറം എന്ന് മാത്രം എഴുതും. അപ്പോൾ ഇച്ചിരി ഒരു ഭയം ചിലപ്പോൾ ഉള്ളിലുണ്ടാകാനിടയുണ്ട്. ആവശ്യമില്ലാത്ത മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഗർഭധരിപ്പാനിടയാകില്ല. വീശുമുറം, വീശും കർത്താവ്, വീശി അതിനകത്ത് പോയാൽ തീർന്നു, നമ്മൾ പിന്നെ തീക്കകത്ത് ഇരയാകുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പുണ്യ സഹോദരങ്ങളെ, ഇനി ശേഷിക്കുന്ന വളരെ കുറച്ച് നാളുകൾ, വളരെ സങ്കീർണമായിരിക്കുന്ന ഈ നാളുകളിൽ നാം നമ്മുടെ കുഞ്ഞുകുട്ടികൾ നഷ്ടപ്പെട്ടു പോകാതെ പ്രിയൻ്റെ വരവിൽ അക്ഷയരായി രൂപാന്തരപ്പെടേണ്ടതിന് ഇനി കരയും പ്രാർത്ഥനയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾക്ക് ഉപദേശം കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പിടിവിട്ട് മാറുകയോ നിങ്ങളെക്കാൾ വളരുകയോ ചെയ്യുന്ന അവസ്ഥയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപദേശം കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ആകെ കൊടുക്കാൻ പറ്റുന്ന എന്താണ്? കരയുക, അത്രേ ഉള്ളൂ. വേറെ വഴിയൊന്നുമില്ല, കരയുക. നിസ്സഹായതയിൽ കരയുക. ദൈവമേ, എന്നെ സഹായിക്കണമേ, എനിക്ക് കഴിവില്ല കർത്താവ് എന്ന് പറഞ്ഞ് നിങ്ങൾ കരയുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരയുക. അവരുടെ കണ്ണുകളെ തുറക്കേണ്ടതിന് ലൗകികമായ വാതായനങ്ങൾ അവരുടെ മുമ്പിൽ തുറന്നിരിക്കപ്പെട്ടുകൊണ്ടതുകൊണ്ടും ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നും വ്യതിചലിപ്പാൻ ധാരാളം പാതകളും സാഹചര്യങ്ങളും ഉള്ളതുകൊണ്ട് അവരെ ഓർത്ത് ദൈവത്തിന് മുഖ കരയുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ജഡികമായി അവർ ഉയർത്തി കാണിക്കുന്ന എന്തെങ്കിലും വെച്ചുകൊണ്ട് നിങ്ങളും സമൂഹത്തിൻ്റെ എൻ്റെ മോനാണത് എന്ന് പറഞ്ഞ് മാന്യത കാണിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അറിഞ്ഞുകൊള്ളണം, ഓർത്തുകൊള്ളണം, വീശുമുറം. ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കും. ഈ യാത്രയിൽ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ആത്മീയ മേഖലയിലേക്ക് നമ്മൾ വളരും തോറും യേശുവിലേക്ക് അടുക്കും തോറും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതാകാൻ തുടങ്ങും. നമ്മുടെ ഒരു കാര്യവും ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത ഒരു ആത്മീക വ്യവസ്ഥയെത്തും. നമ്മൾ ജീവിക്കുന്നത് കർത്താവ് എന്ത് പറയുന്നോ അതനുസരിച്ച് ചെയ്യുന്നു, ജീവിക്കുന്നു. അങ്ങനെ ഒരു ആത്മീക വ്യവസ്ഥ, ഒരു ഏരിയയുണ്ട്, ഉന്നതമായ ഒരു ആത്മീക ജീവിതമാണ്. അതിലേക്ക് ഒരു ദിവസമെങ്കിലും പ്രവേശിക്കണം എന്നുള്ളതാണ് ഈ ഉള്ളവൻ്റെ ആഗ്രഹം. പക്ഷേ പലപ്പോഴും അത് കഴിയുന്നില്ല. എൻ്റെ കാര്യം ഒന്നും ദൈവത്തോട് പറയാൻ പറ്റാത്ത, ദൈവത്തിൻ്റെ ഹിതത്തിന് മാത്രം അവൻ എന്തു പറയുന്നുവോ അത് മാത്രം ആഗ്രഹിക്കുവാൻ കഴിയുന്ന അളവിലുള്ള ഒരു ആത്മീക ജീവിതത്തിലേക്ക് ആഗ്രഹമാണ്. പക്ഷേ പാപത്തിൻ്റെ പല അംശങ്ങളും ഇന്ദ്രിയങ്ങളിലും ചിന്തകളിലും നിരൂപണങ്ങളിലും ജഡം സംബന്ധിച്ച് മറഞ്ഞു കിടക്കുന്ന കാരണത്താൽ അതിന് യോഗ്യനായി തീരുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിൽ. അതുകൊണ്ട് നിങ്ങൾ എനിക്കായും പ്രാർത്ഥിപ്പീൻ. ദൈവം പ്രസാദിക്കുന്ന സ്വർഗീയ വിശുദ്ധിയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കേണ്ടതിന്, ദൈവപ്രസാദിതകരമായ ജീവിതം ഈ ഭൂമിയിൽ പൂർത്തീകരിക്കേണ്ടതിന് നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം. അതിനെ കർത്താവ് നമ്മളെ ഒരുക്കുകയും
സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം. 10-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദുഷ്ടൻ തൻ്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു, ദുരാഗ്രഹി യഹോവയെ ത്യജിച്ച് നിന്ദിക്കുന്നു. ഇവിടെ കേൾക്കുന്ന സത്യവചനം നിങ്ങൾ ശ്രദ്ധ കൊടുക്കാതെ തിരിച്ച് കളഞ്ഞാൽ രാജംപാസ്റ്ററിനെ അല്ല നിങ്ങൾ നിന്ദിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഇവിടെ കേൾക്കുന്ന സത്യവചനം കേട്ടിട്ട് ഈ വചനം കേൾക്കുന്ന മുമ്പ് എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെയാണ് വീണ്ടും ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ആരെയാണ് നിന്ദിക്കുന്നത്? കർത്താവിനെയാണ് നിന്ദിക്കുന്നത്. ആ വചനം നമുക്ക് സ്വീകരിപ്പാൻ കഴിയാതിരിക്കുന്നതിൻ്റെ പിൻപിൽ കാര്യം എന്താണ്? ആഗ്രഹമല്ല നമ്മുടെ ഉള്ളിലുള്ളത്, ദുരാഗ്രഹമാണ്. ദുഷ്ടൻ തൻ്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു. എന്തെങ്കിലും ലൗകികമായ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഉള്ളം പ്രശംസിക്കുകയാണെങ്കിൽ, നിങ്ങൾ കർത്താവിൻ്റെ പേരിലാണ് നിങ്ങൾ പ്രശംസിക്കുന്നത്, ശരി തന്നെ. പക്ഷേ വചനപ്രകാരം അവന് ഇടുന്ന പേരെന്താണ്? നമ്മുടെ മനോരഥത്തിൽ നമ്മൾ പ്രശംസിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ ജോലി നിമിത്തമോ വിദ്യാഭ്യാസ നിമിത്തമോ പശ്ചാത്തല നിമിത്തമോ നമുക്ക് ആ ചിന്തയിലും ഒരു പ്രശംസ നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ, ആരാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ വായിച്ചത്? ദുഷ്ടൻ ഇല്ലേ? ദുഷ്ടൻ. നിങ്ങളെല്ലാം ഞാൻ ദുഷ്ടാന്ന് വിളിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അടുത്ത ആഴ്ച എത്ര പേരോടെ കാണും? അപ്പോൾ വചനം പറയുന്നു, ദുഷ്ടൻ തൻ്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു. അതിൻ്റെ കൂടെ എഴുതിയിരിക്കുന്നു, ദുരാഗ്രഹി യഹോവയെ ത്യജിച്ച്. കണ്ടോ, ആരാധന പോലും മുടക്കി രാവും പകലും ജോലിക്കും പോയി ആ കാര്യം ചെയ്ത് ഈ കാര്യം ചെയ്ത് ഇങ്ങനെ നടക്കുക. പക്ഷേ ദശാംശം കൊടുക്കുന്നുണ്ട്. പാസ്റ്റർമാർ ഭയങ്കര സ്നേഹമാണ്. കൂട്ടായ്മയിലുള്ള ആരെങ്കിലും സാധുക്കൾക്ക് എന്തെങ്കിലും കഷ്ടത നേരിട്ടാൽ ചെന്ന് സഹായിക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെയുള്ളവനെ കർത്താവ് വിളിക്കുന്ന പേരെന്താണ്? നന്മയുണ്ട്, ആ നന്മയിൽ തൃപ്തനുമല്ല, അടുത്ത പ്രോജക്റ്റും കൂടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഈ ഉള്ള നന്മയിൽ സാധുക്കളെ സഹായിക്കുന്നു, ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നു. പരിചയമില്ലാത്ത ദൈവാസന്മാർക്ക് ഒരു 100 രൂപ കൊടുക്കാതെ പോവുകയില്ല. വീട്ടിലേക്കും ദൈവാസന്മാർ വന്നാലും 100 രൂപ കൊടുക്കാതെ പോവുകയില്ല. ഒരു ചായയും പടയും വാങ്ങിച്ച് കൊടുക്കാതെ പോവുകയില്ല. വഴി പോകുന്ന വഴിക്ക് പരസ്യവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപദേശി ടീമും അവിടെ വെയിറ്റ് ചെയ്ത് അല്പസമയം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് അവർ ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ പാസ്റ്റർമാരെ വരി ചായയൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നു. പക്ഷെ അപ്പോഴും ശരി, ചായ വാങ്ങിച്ചു കൊടുത്തുള്ളൂ. അപ്പോൾ ദൈവദാസനും ടീമും സഹോദരന്മാർ, ഞങ്ങൾ നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. യേശുവിൻ്റെ നാമം ദൈവം നിന്നെ അനവധിയായി വർദ്ധിപ്പിച്ച് തരട്ടെ. നിങ്ങൾ എനിക്കല്ല ചായ വാങ്ങിച്ചു തന്നത്, എന്നിൽ വസിക്കുന്ന കർത്താവിനാണ് നിങ്ങൾ ചായ വാങ്ങിച്ചു തന്നത്. വയ്ക്കോ. ഈ അനുഗ്രഹം വാങ്ങിച്ചു പോകുന്ന ഈ സഹോദരന് മനസ്സിൽ എന്താ ആഗ്രഹം? ഇപ്പോൾ താൻ ചെയ്യുന്ന ജോലിയിൽ ഒരു പ്രൊമോഷൻ്റെ അടുത്ത് നിൽക്കുകയാണ്. പക്ഷെ 5-8 പേരുണ്ട് അതിനെ മുന്നോട്ട് സീനിയോറിറ്റി. ഇന്ന് ഈ ദൈവാസന ഞാൻ ചായ കൊടുത്ത് വാങ്ങിച്ച കാരണത്താൽ ദൈവം എന്നെ സഹായിച്ചിട്ട് ഞാൻ ഓഫീസ് ചെല്ലുമ്പോൾ എൻ്റെ പേര് ലിസ്റ്റിൽ കിടക്കും. അല്ലേ? ലിസ്റ്റിൽ കിടക്കും. എങ്ങനെയുണ്ട്? സന്തോഷമല്ലേ? പാസ്റ്ററെ എന്താ എനിക്ക് പ്രൊമോഷൻ കിട്ടി? എങ്ങനെ? കർത്താവിൻ്റെ കരുണ. ശരി. കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ വരുന്ന വഴിക്ക് പേട് വെച്ച ഒരു ടീം കർത്താവിൻ്റെ വചനം അറിയിക്കുന്നത് കണ്ടിട്ട് എൻ്റെ മനസ്സിൽ തോന്നി ഒരു ചായ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. എന്തോ അറിയത്തില്ല, ഒരു നിയോഗം പോലെ ചായ വാങ്ങിച്ചു കൊടുത്തു. അവർ ആ നടു റോഡിൽ വെച്ച് എൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. പാസ്റ്ററെ, തിങ്കളാഴ്ച ഓഫീസിൽ ചെന്നപ്പോൾ എനിക്ക് പ്രൊമോഷൻ. അപ്പോൾ സന്തോഷമല്ലേ? അല്ലേ? അപ്പോൾ അന്ന് മുതൽ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങും? വഴിയാത്രയെ പരിശോധന മുമ്പോ ഏതെങ്കിലും ആൾക്കാർ നമുക്ക് ചായ വാങ്ങിച്ചു തന്നാൽ അവനെ ഒന്ന് അനുഗ്രഹിച്ച് വിടും. ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു. ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ പ്രാർത്ഥിക്കണം. ആ വിഷയം എങ്ങനെ ഉണ്ടായി? എവിടെ നിന്നുണ്ടായി? ആ വിഷയം നിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറിയ വഴി ഏത്? ഇത് തിരിച്ചറിയാൻ കഴിയാതെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഞരങ്ങുകയും ചെയ്യുന്നതെങ്കിൽ ആ വളർച്ച നിങ്ങൾക്കുണ്ടാകും. 5 അടിയല്ല 6 അടി നിങ്ങൾ വളരും. നിങ്ങളുടെ പോലെ വളർന്ന ആരും നിങ്ങളുടെ പള്ളി കാണത്തുമില്ല. പക്ഷേ വീശുമുറം ദുരാഗ്രഹി യഹോവയെ ത്യജിച്ച് നിന്ദിക്കും. ഞാൻ ന്യായമായ കാര്യമില്ലേ പാസ്റ്റർ പറഞ്ഞത്? 10 കൊല്ലം കൊണ്ട് ജോലി ചെയ്തിട്ട് എനിക്ക് പ്രൊമോഷൻ വേണ്ടെന്ന് പറഞ്ഞ പാസ്റ്റർ എന്തോ തലയ്ക്ക് സുഖമില്ലാത്ത ആളാണോ? ഞാൻ സത്യസന്ധമായിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. അത് കിട്ടിയാൽ എനിക്കും പറയാം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വളർന്നു കൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് പറയാനും ദൈവസഭയ്ക്കും പറയാനുമല്ലേ? 5-6 ഫാൻ വാങ്ങിച്ച് തന്നൂടെ എനിക്ക്? ആ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ സുവിശേഷം പ്രവർത്തനത്തിന് 5-6 ഡീസലൊക്കെ വാങ്ങിച്ച് തന്നൂടെ? പരസ്യവും കഴിഞ്ഞ് എല്ലാവർക്കും ചായ മടം വാങ്ങിച്ച് തന്നൂടെ? ആ പൈസ കൊണ്ട് പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പാസ്റ്ററെ? ഇല്ലേ? സഭയ്ക്ക് വളർച്ച ഉണ്ടാകണ്ടേ പാസ്റ്ററെ? നമ്മുടെ സഭയിൽ 5-6 പേർക്ക് പ്രൊമോഷൻ കിട്ടിയാൽ സഭയ്ക്കല്ലേ അത്? പാസ്റ്ററിനല്ലേ ഇത് പ്രയോജനം? അയ്യോ, ദുരാഗ്രഹം എന്ന പൈശാചിക ചേതോ വികാരത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് ആത്മീയതയുടെ കപടവേഷം ധരിപ്പിച്ച് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഈ വഞ്ചനയുടെ വാക്കുകൾ. നിങ്ങളിതെങ്ങനെ വിശ്വസിക്കുമെന്നോ ഗ്രഹിക്കുമെന്നോ ഒന്നും എനിക്കറിയില്ല. ആത്മാവ് നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരുമാറാകട്ടെ. ഇതെല്ലാം ഈ ഞാൻ ഓർക്കുകയാണ്, എത്രയോ വർഷങ്ങൾ കൊണ്ട് നമ്മൾ കേൾക്കുന്ന പ്രസംഗ രീതി, പെന്തക്കോസ്തുകാരുടെ സഭ ആരാധനയും നമ്മൾ എത്ര വർഷം കൊണ്ട്, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. ഏതെല്ലാം ടൈപ്പ് പെന്തക്കോസ്തുകാർ,
ഏതെല്ലാം സംഘടന പെന്തക്കോസ്തുകാർ. നിങ്ങളിപ്പോൾ 2-3 സഭകളിൽ മാത്രമേ പോയിട്ടുള്ളതായിരിക്കാം അല്ലേ? നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതലേ അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം മൊത്തം അങ്ങനെ ആയിരുന്നു. അവരൊക്കെ കാണുകയും കേൾക്കുകയും പ്രസംഗിച്ച രീതിയെല്ലാം കണ്ടിട്ട് അവരെല്ലാം തുല്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു ഭൗമികമായിട്ട്. അതിൻ്റെ അടുത്ത തലമുറയോ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാതെ പോയി. ക്രൂശിൽ അവരെ വിട്ടുപോയി. ശുദ്ധീകരണം അവരെ വിട്ടുപോയി. ക്രൂശും ശുദ്ധീകരണം പ്രസംഗിച്ച അനേക ദൈവദാസന്മാർ ഇന്ന് ലോകത്തിലേക്ക് മാറി. ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് അവർ പോയി. അതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. കർത്താവ് എല്ലാ പെന്തക്കോസ്തുകാരും ചേർപ്പാനല്ല വരുന്നത്. വചനത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി, യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്തവരായി, വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുവിൻ. യാഗം ചെയ്യുകയാണ്. യാഗം ജീവിതത്തെ മുഴുവനും പരിത്രാണനം ചെയ്യുകയാണ്. യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്ത. യാഗമെന്ന് കേൾക്കുമ്പോൾ നിയമം, ഇതിൻ്റെ ഇടയിൽ എന്താ ഉള്ളത്? യാഗം, നിയമം, ഇതിൻ്റെ ഇടയിൽ എന്താണുള്ളത്? ഇതെന്തിനാലാണ് കൂട്ടി യോജിപ്പിക്കപ്പെടുന്നത്? ചിന്തിക്കാനൊന്നുമില്ല. രക്തം, അത്രേ ഉള്ളൂ. രക്തം. യാഗം നിയമമാക്കപ്പെടുന്നത് ഒരു പ്രാണൻ നഷ്ടപ്പെട്ടുകൊണ്ടാണ്. ആ പ്രാണൻ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? രക്തത്തിലാണ്. രക്തം നഷ്ടപ്പെടുത്താതെ ഒരു നിയമം തയ്യാറാക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഇത് ക്രിസ്തുയേശുവിൻ രക്തത്തിൻ പുതിയ നിയമം. അപ്പോൾ യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്തവരായ വിശുദ്ധന്മാർ. എങ്ങനെയാണ് അവർ വിശുദ്ധന്മാരായത്? രക്തം നൽകിക്കൊണ്ട്, പ്രാണനെ നൽകിക്കൊണ്ട് ഒരു പുതിയ നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുവീൻ. നിങ്ങൾ പറയൂ, വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന വിഷയത്തിൽ രക്തം ഒഴുക്കേണ്ടി വന്നാലും ആനന്ദിക്കേണ്ട ഒരു പ്രമാണമാണിത്. ഒരു വിഷയത്തിൽ വിശ്വാസം ഞാൻ അർപ്പിക്കുകയാണ്. ആ വിശ്വാസം അർപ്പിക്കുന്ന കാരണത്താൽ എൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകും. എന്നാലും സന്തോഷിപ്പാൻ കഴിയുന്ന പ്രമാണമാണിത്. അതുകൊണ്ടാണ് പൗലോസും കൂട്ടരും പറഞ്ഞത്, ജീവനാൽ ആകട്ടെ മരണത്താൽ ആകട്ടെ ഞങ്ങളിൽ അവൻ്റെ നാമം മഹത്വപ്പെടുകയേ ഉള്ളൂ. നമ്മൾ പറയുന്നത് ജീവനാൽ കർത്താവിൻ്റെ നാമം എന്നിൽ മഹത്വപ്പെടും. പക്ഷേ മരണത്താൽ കർത്താവിൻ്റെ നാമം എങ്ങനെ എന്നിൽ മഹത്വപ്പെടുന്ന ഭാഷയെ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവനാമം ദുഷിക്കപ്പെടും ഭാഷയെ. ഭാഷയെ പ്രാർത്ഥിക്കുന്ന ഭാഷ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥന. ഞങ്ങൾക്ക് എന്താ ഇങ്ങനെയൊക്കെ ഒന്നും നമുക്കറിയത്തില്ല. യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാർ, ക്രിസ്തുനാഥന് വേണ്ടി രക്തം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്രമാണം നിലനിർത്തേണ്ടതിന് ജീവൻ പോലും പരിത്രാണനം ചെയ്യേണ്ടി വന്ന വിശുദ്ധന്മാർ. അങ്ങനെയാണെങ്കിൽ പൊന്നു പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം? ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. നമ്മൾ കാത്തിരിക്കുന്നത് വരുവാനുള്ളതിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഭൂമിയിലെ ജീവിതം എങ്ങനെയായിരിക്കും? നിങ്ങൾ പറയൂ. നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ല. നിലനിൽക്കാത്ത സ്ഥലത്ത് ആരെങ്കിലും പൈസ മുടക്കി വീട് വയ്ക്കുമോ? പറ. ഒരു വസ്തു കിടക്കുകയാണ്, 10 സെൻറ്റ് വസ്തു ചുമ്മാതെ കിടക്കുകയാണ്. ഇതിൻ്റെ അവകാശി അങ്ങ് ന്യൂസിലാൻഡിലാണ് താമസിക്കുന്നത്. 10 കൊല്ലം കൂടുമ്പോഴൊക്കെ വരും. വന്നാൽ ഇവിടെ ഒന്നും വരത്തില്ല. അയാളങ്ങ് ഡൽഹി വന്നിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. അയാളുടെ പേരുള്ള വസ്തുവാണ്. ആരും അവകാശികളിൽ. 10 സെൻറ്റാണ്. ഒരു കുഞ്ഞു പോലും ഇവിടെ അന്വേഷിക്കാൻ വരുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 25 വർഷം കൊണ്ട് ഇവിടെ ആരും വന്നിട്ട് എൻ്റെ അറിവിലില്ല. അതുകൊണ്ട് നീ ഒരു വീട് വയ്ക്കടേ എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവൻ എന്ത് ചെയ്യും? ലോൺ എടുത്ത് വീട് വയ്ക്കുന്നു. ഒരുപക്ഷെ വീട് വയ്ക്കുന്നത് ഒരു മാടമായിരിക്കും അവിടെ കിട്ടുന്നത്. കാരണം എന്താണ്? ഉറപ്പില്ല. നാളെ ഇവൻ്റെ ആരെങ്കിലും അവകാശിയായിട്ട് വന്നാൽ ഞാൻ മുടക്കിയ പൈസ മൊത്തം വെള്ളത്തിലായി പോകില്ലേ? അഥവാ വയ്ക്കാൻ ആഗ്രഹമുണ്ടായാലോ? വളരെ തുച്ഛമാമ്പണ്ണം ഏറ്റവും ലളിതമായി ഒരു മാടം അവിടെ കെട്ടി ഞാൻ അവിടെ താമസിക്കും. നാളെ വന്ന് ഉടമസ്ഥൻ വന്ന് ഇറങ്ങി പോടാന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോവും. വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് ആരും 25 ലക്ഷം മുടക്കി അവിടെ വീട് വെക്കില്ല. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. വരുവാനുള്ളതിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. അതവിടെ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ഭവനം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ഭവനം നിർമ്മാണത്തിലാണ്. അതിൻ്റെ മെറ്റീരിയൽ നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിനാൽ മാത്രമാണ് അവിടെ ഇറക്ക് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാതെ അവകാശമില്ലാതിരിക്കുന്ന ഈ മണ്ണിൽ
നമ്മുടെ നല്ല ഒരു യൗവനകാലം രക്തം വേർപ്പാക്കി അധ്വാനം ചെയ്ത് ഉണ്ടാക്കി കൂട്ടുന്നത് തീക്കിരയാകുവാനായിട്ടുള്ളതെങ്കിൽ എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ, ഇനിയും നാം സ്വബോധമുള്ളവരായി തീരേണ്ട സമയം അതിക്രമിച്ചു പോയില്ലേ? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പീൻ. മനുഷ്യനാലുള്ള മാനം നിങ്ങൾ കാംക്ഷിക്കരുത്. മനുഷ്യരാലുള്ള മാനം നിങ്ങൾ കാംക്ഷിച്ചു കഴിഞ്ഞാൽ അനശ്വരമായി, ചൈതന്യമായി, അദൃശ്യമായി നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ആ സ്വർഗീയ സൗഭാഗ്യത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ നിർമ്മലമായ അവകാശം നമ്മളെ അന്യം വിട്ടു പോകുവാനും ഇടയാകും. അതൊരിക്കലും വരുവാൻ ഇടവരാതിരിക്കേണ്ടതിന് നമ്മളിവിടെ അന്യരും പദേശികളുമാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വാഗ്ദത്ത നിവൃത്തീകരണത്തിലേക്ക് പ്രവേശിക്കും. അതിനായിട്ട് ആത്മാവ് നമ്മളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. ആരെങ്കിലും ഒന്ന് വിശുദ്ധിയോടെ ജീവിക്കാൻ തയ്യാറായി, ഉള്ളതുകൊണ്ട് ജീവിക്കാൻ തയ്യാറായാലോ, അവരൊന്ന് നേരെ വീട്ടിൽ കയറി ഇറങ്ങി ഫോണിക്കൂടെ വിളിച്ച് പറഞ്ഞ് നിങ്ങളെന്തിങ്ങനെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഭാഷ കുവിഷ്ണ പറഞ്ഞൊക്കെ പ്രസംഗിക്കും, പള്ളിയിൽ പ്രസംഗിക്കും, അതങ്ങനെ പ്രസംഗിക്കും. നമ്മുടെ കാര്യം നമ്മളല്ലേ നോക്കേണ്ടത്. നമുക്ക് വഴി അടഞ്ഞാൽ ഭാഷ ചിലവ് വരും. ഇവിടെ ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മളെല്ലാം നോക്കേണ്ടത്. ബുദ്ധി 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 വേണം. ഭജനം അങ്ങനെ പ്രസംഗിക്കും, അത് കേൾക്കണം. നമ്മളെന്തെങ്കിലും അധ്വാനിച്ച് ഉണ്ടാക്കിക്കൊണ്ട് വന്നെങ്കിലല്ലേ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും ഇതിനകത്ത്. അതുകൊണ്ട് ക്രൂശിൻ്റെ വചനം അങ്ങനെയൊക്കെ പറയും. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ കണ്ട അങ്ങനെ ഇങ്ങനെ കാര്യം ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ അകത്ത വഴി പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ, ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ ജീവിക്കാൻ താല്പര്യം മനസ്സുള്ള ആൾക്കാരെ വാക്കുകൾ കൊണ്ട് അസ്വസ്ഥതപ്പെടുത്തി അവരെ ലൗകികതയിലേക്ക് വശീകരിച്ച് കൊണ്ടുപോകുന്ന ഐറ്റംസ് എല്ലാ കൂട്ടായ്മകളിലുമുണ്ട്. നിങ്ങൾ ആ കൂട്ടത്തിൽ വരാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. വിശ്വാസത്തിന് വേണ്ടി ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകൾ ഉച്ചരിക്കരുത്. മരണകരമായോ രോഗപരമായോ എന്ത് വിഷയമുണ്ടായാലും അവരാരെങ്കിലും വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന വിഷയത്തിൽ രക്തം ഒഴുക്കേണ്ടി വന്നാലും ഞാൻ ആനന്ദിക്കും എന്ന തീരുമാനത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് കലർത്തി കൊടുക്കരുത്. ആ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുവാൻ കഴിയുന്നവർക്ക് നിങ്ങൾ ഇടർച്ചയായി തീരരുത്. ക്രൂശിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ മനസ്സുള്ളവർക്ക് നിങ്ങൾ ഇടർച്ചയായി തീരരുത്. നമ്മുടെ വായി പാപകാരണമായി തീരരുത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. സത്യം അറിഞ്ഞിട്ടും മഹത്വം രുചിച്ചറിഞ്ഞിട്ടും യാഥാർത്ഥ്യമായത് വെളിപ്പെട്ട് കിട്ടിയിട്ടും കാഹളത്തിൽ അന്യപ്പെട്ടു പോയാൽ വളരെ പരിതാപകമായിരിക്കും. നമ്മൾ നഷ്ടപ്പെട്ടു പോകരുതേ. അതുകൊണ്ട് ഭക്തന്മാർ പാടി, നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിൽ എത്തിയിടുവാൻ ഇനി അല്പകാലം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് ആ സമയം പഴക്കാതെ ഉണർന്നു കൊള്ളുക. നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുന്നതും ആകേണ്ടതിന് നിങ്ങൾ പരിശ്രമിത്തി. നിത്യനായ ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് പകർന്നു സത്യത്തിൻ്റെ മഹിമ ആത്മാവിൽ രുചിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 9-ാമത്തെ അധ്യായം 2-ാമത്തെ. ഇസ്രായേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്നും വേറുതിരിഞ്ഞു നിന്ന് തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. 13-3 കൂടെ ചേർത്ത് വായിക്കൂ. ആ ന്യായപ്രമാണം കേട്ടപ്പോൾ അവർ സമ്മിശ്രജാതികളെയൊക്കെയും ഇസ്രായേലിൽ നിന്ന് വേറുപിരിച്ചു. ഇസ്രായേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്നും വേർതിരിഞ്ഞു നിന്നു. വാഗ്ദത്തമുള്ളവൻ, ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി തിരിച്ചവൻ, അവൻ അന്യജാതിക്കാരിൽ നിന്നും വേർതിരിഞ്ഞു നിന്ന് തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. ജഡമനുഷ്യനും ആത്മമനുഷ്യനും തമ്മിലുള്ള ഈ ജീവിതയാത്രയിൽ ഏറ്റവും ഒടുവിൽ സംഭവിക്കേണ്ട കാര്യമാണ് ഈ കാര്യം. ജഡത്തിൻ്റെ മോഹങ്ങളുമായി കൊണ്ടു നടന്ന നമ്മ അതിൽ നിന്നും എല്ലാം വേർതിരിഞ്ഞ് അകൃത്യങ്ങളും പാപങ്ങളും ഏറ്റുപറഞ്ഞു നീതിമാനായ ദൈവത്തിൻ്റെ മുൻപാകെ നിരപ്പ് പ്രാപിക്കുന്ന അവസ്ഥ. അവർ ആ വചനം കേട്ടപ്പോൾ, ആ ന്യായപ്രമാണം കേട്ടപ്പോൾ അവർ സമ്മിശ്ര ജാതികളെ ഒക്കെയും ഇസ്രായേലിൽ നിന്നും വേർപിരിച്ചു. സമ്മിശ്ര ജാതികളുമായി ചേർന്ന് ലോകം, ജഡം, പിശാച്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ മുമ്പോട്ട് പല പെന്തക്കോസ്ത് വിശ്വാസികളും ഇന്ന് പോകുന്നത് പോലെ ഇങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ന്യായപ്രമാണ വചനം അവർ കേൾക്കുവാൻ തുടങ്ങിയത്.
കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ കൂടെയുള്ള ഈ സമ്മിശ്ര ജാതി ദൈവഹിതപ്രകാരമുള്ളതല്ല. ഞങ്ങൾ ഈ അനുഷ്ഠിച്ചു വരുന്ന ഈ ആഗ്രഹ സബലീകരണങ്ങൾ പ്രമാണത്തിന് ചേരുന്നതുമല്ല. ഇത് ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയുമല്ല. ഉടനെ ഈ പ്രമാണങ്ങളെ കേട്ട ഉടനെ അവരെന്താണ് ചെയ്തത്? അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതിയുടെ ഇടയിൽ നിന്നും അവർ വേർപിരി. നിങ്ങൾക്കെന്തു മനസ്സിലായി? കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഈ ഒരു വ്യവസ്ഥയിൽ നിന്നും മലിനമേത്, നിർമ്മലിനമേത്, ശുദ്ധമേത്, അശുദ്ധമേത്, ഇവ തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കി ശുദ്ധമായതിലേക്കും നിർമ്മലിനമായതിലേക്കും ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമായ ഉപദേശവചനപ്രകാരം പ്രവേശിച്ച് യാഗം ചെയ്ത് കർത്താവിനോടൊരു നിയമം ചെയ്ത് എന്നെ തന്നെ യാഗമാക്കും. ഇല്ലേ? സ്തോത്രം. ശരീരങ്ങളെ യാഗമാക്കും. നമ്മെ തന്നെ യാഗമാക്കിയിട്ട് ഒഴുക്കപ്പെടുന്ന രക്തം കൊണ്ട് ആ നിയമത്തിന് മുദ്ര വെച്ച് വിശുദ്ധ ഗണത്തിലേക്ക് ചേരുന്നവരുടെ കൂട്ടത്തിൽ ആയിരിക്കും. നമ്മെ തന്നെ യാഗമായി നടത്തി ആ രക്തവുമായിട്ട് നിയമത്തിന് മുമ്പിൽ വന്ന് ആ നിയമത്തിന് മുമ്പിൽ ആ രക്തത്തുള്ളി വീഴ്ത്തി അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നതാണ് വിശുദ്ധന്മാരുടെ കൂട്ടം. അങ്ങനെ കടന്നു വരുന്നവരെ കൂട്ടിച്ചേർക്കുവാനായിട്ടാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് കടന്നു വരുന്നത്. ലോകത്തിൻ്റെ മായാവിലാസങ്ങളിൽ വീണു പോകരുത്, ലോകത്തിൻ്റെ ചതിയിൽ വീണു പോകരുത്, ലോകത്തിൻ്റെ വഞ്ചനയിൽ വീണു പോകരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു പാത നേരെ ചൊവ്വേ കിട്ടാതെ പോയാലും ഇതെന്തൊരു വിധി എന്ന് പറഞ്ഞ് നിങ്ങൾ വ്യാകുലപ്പെട്ടു പോകരുത്. നമ്മുടെ ദൈവം അറിയാതെ ഒരു ദോഷവും സംഭവിക്കുന്നില്ല. ഇന്ന് എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചോ അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്നലെ ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചുവോ അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നലെ ജീവിച്ചത്. നാളെ കർത്താവ് വരുന്നില്ല എങ്കിൽ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്നാണോ ദൈവം ആഗ്രഹിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും നാളെ നമ്മളിവിടെ ജീവിക്കുന്നത്. അത് നമ്മുടെ ആത്മീക ശുദ്ധീകരണത്തിനും ദൈവികമായി നടക്കേണ്ട പണികളെ സംബന്ധിച്ചും ദൈവം വച്ചിരിക്കുന്ന നിയമവും കൽപ്പിതവുമാകയാൽ ആ വചനമനുസരിച്ച് നമ്മുടെ നടപ്പുകളെല്ലാം ക്രമപ്പെടുത്തി ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക. മനുഷ്യർ എന്തു പറയുന്നു എന്നതിന് യാതൊരു കാര്യം നിങ്ങൾ കാണിക്കേണ്ടതില്ല. നിങ്ങളുടെ വീട്ടിൻ്റെ അശുഭങ്ങളായ ലക്ഷണങ്ങളെ കണ്ട് നിങ്ങൾ വ്യാകുലപ്പെടരുത്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കഷ്ടങ്ങളിലും അന്ധതകളിലും ഏകാന്തതയിലും നെടുവീർപ്പുകളിലും ഉള്ളിൻ്റെ ഉള്ളിലെ രക്ഷയുടെ സന്തോഷം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ ആത്മാവായവർ നിങ്ങളെല്ലാവരെയും സഹായിക്കുമാണ്. ഈ ആഴ്ചയിലുടനീളം ഈ വചനങ്ങൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമാണ്. ബലവാന യുദ്ധവീരനുമായ സർവശക്തനായ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരും. നിങ്ങളുടെ ഭൗമിക കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തു തരും. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന് നമ്മൾ അറിയുന്നത് കർത്താവാണ് നമ്മുടെ കർത്താവ്. നാളെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് കർത്താവെന്നറിയാം. കർത്താവ് അത് വേണമെങ്കിൽ ചെയ്തു തരും. അത് നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതല്ല. നമ്മൾ അന്വേഷിക്കേണ്ടത് ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രിയ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. ഓ ജീസസ്. അനാഥർക്കും വിധവുമാർക്കും ന്യായപാലന എന്ന കർത്താവ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറന്നുപോയി. ആകാശത്തിലെ പറവുകളെ നോക്കും. അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല. എങ്കിലും ദൈവം അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നു. ആകാശത്തിലെ പറവകൾ നോക്കി കുത്തിപിടിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? പട്ടിണി കിടന്ന് ഒരു പക്ഷിയും ചത്തിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പക്ഷി ആഹാരമില്ലാതെ ചത്തിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. മിക്കവാറും ചാകുന്നത് വീട്ടിൽ വളർത്തുന്ന ഉടമസ്ഥനുള്ള കോഴിയായിരിക്കും ചിലപ്പോൾ ചത്തി കിടക്കുന്നത്. പക്ഷേ കാട്ടുകോഴികൾ ആഹാരമില്ലാതെ ഒരിക്കലും പട്ടിണി കിടന്ന് ചാകുന്ന ലക്ഷണങ്ങളില്ല. ഏതെങ്കിലും ക്ഷുദ്രജീവികൾ കൊത്തുകയോ കടിക്കുകയോ അല്ലാതെ അതിന് മരണമില്ല. ആകാശത്തിലെ ഒറ്റ പറവുകളും ആഹാരമില്ലാതെ ആരും മരിക്കപ്പെടുന്നതായി നമ്മൾ ആരും കാണുന്നില്ല. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. അങ്ങനെയാണെങ്കിൽ സൃഷ്ടിതാവും പരബ്രഹ്മവുമായ നമ്മുടെ സർവശക്തനായ സ്വർഗീയ പിതാവ് ആ സാധുക്കളായ പർവ്വജാലങ്ങൾക്ക് ആ കരുതൽ കാണിക്കുന്നുവെങ്കിൽ തൻ്റെ സ്വന്തം പുത്രൻ്റെ രക്തം നമുക്ക് നൽകി ആ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി വെച്ച് അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയധികം കരുതലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനുള്ളത്. ആകയാൽ അവന് കരുതുന്നവൻ തന്നെ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു തരുന്ന വിശ്വസ്തനായ ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. അതുകൊണ്ട് ആ പിതാവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ബലവാനും പരിശുദ്ധനുമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ തലകളെ വണക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കേൾപ്പിക്കപ്പെട്ട നിർമ്മല വചനത്തിനായി നന്ദി. തിരുസകത്വം ഞങ്ങളുടെ മക്കൾക്ക് കോട്ടയായിരിക്കട്ടെ.
ഈ വചനം ഞങ്ങളോട് എല്ലാവരോടും കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കണമേ, തുടർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. ആത്മാവിനാൽ ഈ വചനം ഞങ്ങളെ ഒരുക്കി ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആവാലവൃത്തം പ്രിയൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ കണ്ട് ഞങ്ങളെ തള്ളിക്കളയാതെ ഞങ്ങളുടെ ബലഹീനതകളെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളവായി വരികയും ആ രക്തത്തിൻ പുതിയ നിയമത്തിനായിട്ട് ഞങ്ങൾ യാഗം ചെയ്യേണ്ടതിന് ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.